അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബൂ ഫർഹ ഷാഹിദ് ഹഫളഹുല്ലാഹു തആല വസാദഹു ഇൽമ വഫദ്ലൻ, അദ്ദേഹം ഇസ്ലാമിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് ചെറിയൊരു സൂചന നമുക്ക് നൽകുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ചരിത്രം എപ്പോഴും തൗഹീദിൻ്റെ ചരിത്രമായിരുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രം അത് വിജയത്തിൻ്റെ ചരിത്രമായത് അത് തൗഹീദ് വഹിച്ചപ്പോഴാണ്, സുന്നത്തിനെ ജനങ്ങൾ നെഞ്ചേറ്റിയപ്പോഴാണ്. എന്നാൽ ഇസ്ലാമിന് പ്രതാപം നഷ്ടപ്പെട്ട ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അഹലുകാർക്ക് ഇസ്ലാമിൻ്റെ പ്രതാപം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് ഖിയാമത്ത് നാൾ വരെ ഉയർന്നു തന്നെ നിൽക്കും. എന്നാൽ മുസ്ലിമീങ്ങൾക്കിന്ന് മൂല്യച്യുതി സംഭവിച്ചു, അവരുടെ മൂല്യത്തിന് ഇടിവ് സംഭവിച്ചു. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചു. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അവർ പടയ്ക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതരെ അയച്ചത്, നിയോഗിച്ചത്, അക്കാര്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയി ഖബറുകൾക്ക് മുന്നിൽ അവരുടെ നെറ്റികൾ അവർ താഴ്ത്തി. അപ്പോൾ ഇസ്ലാമിന് ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രതാപത്തിന് നഷ്ടം സംഭവിച്ചു, അവർ ചവറുകളായി തീർന്നു. സഹോദരങ്ങൾ, ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ വിവിധ കക്ഷികളുണ്ട്, സംഘടനകളുണ്ട്. അവരെല്ലാം നാമാണ് സുന്നികളെന്നും സലഫികളെന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കൃത്യമായി തെളിവുകൾ കൊണ്ട് ഈ വാദിക്കുന്ന കൂട്ടർക്ക് സുന്നത്തിനോടോ സലഫിയത്തിനോടോ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. സഹോദരങ്ങളെ, കേരളത്തിൽ തൗഹീദിൻ്റെ പ്രബോധനം തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷത്തോളമായി എന്ന് നമുക്കറിയാം. തൗഹീദിൻ്റെ പ്രബോധനവുമായി കേരളത്തിലേക്ക് വന്നത് തുടക്കകാലത്ത് വക്കം മൗലവിയെ പോലുള്ള പണ്ഡിതന്മാരാണ്. അവർക്ക് അതിന് പ്രചോദനമായത് മിസറിലെ മുഹമ്മദ് അബ്ദയുടെയും ജമാലുദ്ദീൻ അൽ അഫ്ഗാനി എന്ന് പറയുന്ന ഈ 2 വ്യക്തികളുടെ ശിഷ്യരായ മുഹമ്മദ് റഷീദ് റിദ ആണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ 100 വർഷത്തിനപ്പുറം നിന്ന് നമ്മൾ പിന്നിലോട്ട് നോക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മുജാഹിദുകളെ വിമർശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ സംഘടനകളെ നിങ്ങൾ വിമർശിക്കുന്നത്? അവർ തൗഹീദിൻ്റെ പ്രബോധനം വഹിക്കുന്നവരല്ലേ? അതിനുവേണ്ടി സംസാരിക്കുന്നവരല്ലേ? അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുന്നവരല്ലേ എന്ന് ചോദിക്കുന്ന പാവപ്പെട്ട ചില അറിവില്ലാത്ത അജ്ഞരായ മനുഷ്യന്മാരുണ്ട്. തൗഹീദിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി തൻ്റെ ചോര നൽകുവാൻ, തൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറായ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട്, തൗഹീദിനെ നെഞ്ചേറ്റിയ മനുഷ്യർ. അവരോട് പറയാനുള്ളത്, നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണ്. ഈ 100 വർഷം കഴിഞ്ഞ് ഇപ്പോൾ മുജാഹിദിലെ ആളുകൾ ഇവിടെ ഉണ്ടാകും. അവരോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നത്, ഈ 100 വർഷത്തിനപ്പുറം നമ്മൾ പിന്നിലോട്ട് നോക്കുമ്പോൾ എന്താണ് മുജാഹിദിൻ്റെ ദഅവത്ത് ഇവിടെ ബാക്കി വെച്ചത്? നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥ സുന്നത്തിനെ വഹിക്കുന്ന പണ്ഡിതന്മാരെ സംഭാവന ചെയ്യുവാൻ ഈ ദഅവത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. തൗഹീദ് പ്രബോധനം അവർ നടത്തി എന്നുള്ളത് ശരി തന്നെ. എന്നാൽ യഥാർത്ഥ സുന്നത്തിനെ വഹിക്കുന്ന പണ്ഡിതന്മാരെ കേരളത്തിന് സംഭാവന ചെയ്യുവാൻ, വിദ്യാർത്ഥികളെ കേരളത്തിന് സംഭാവന ചെയ്യുവാൻ ഈ ദഅവത്തിന് സാധിച്ചിട്ടില്ല. ആ ഒരു കുറവ്, ആ ഒരു കേട് നാം നികത്തേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോയാൽ, ഇനിയും പോയ വഴിയെ തന്നെ ചരിക്കുവാനാണ്, ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അതിലേക്കൂടെ തന്നെ നടക്കാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ഇനിയും ഈ സമൂഹം ഖുറാഫാത്തിൽ അകപ്പെടും. ഇനിയും ഈ വലിയ വലിയ പള്ളികൾ നോക്കൂ, അതിൻ്റെ മുന്നിൽ ജാറങ്ങളുണ്ട്. ആ ജാറങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട അറിവില്ലാത്ത അജ്ഞരായ മനുഷ്യരെ തലയെക്കെട്ടുള്ള മുസ്ലിയാക്കൾ അവിടെ ക്ഷണിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഇളക്കിവിടുകയും ചെയ്യുകയാണ്.
അവരെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിഗ്രഹാരാധനയിൽ നിന്നാണോ സമൂഹത്തിനെ അകറ്റിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മൂല്യച്യുതിയിൽ നിന്നുകൊണ്ടാണോ മനുഷ്യരെ, ഏതൊരു ബാത്തിലിൽ നിന്നാണോ ജാഹിലിയത്തിൽ നിന്നാണോ അക്കാലഘട്ടത്തിലെ മനുഷ്യരെ കൈപിടിച്ചുയർത്തിയത്, ഏതൊരു അന്ധകാരത്തിൽ നിന്നാണോ പ്രകാശത്തിലേക്ക് നയിച്ചത്, അതിലേക്ക് തിരിച്ചു നയിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ നേതാക്കളായി പണ്ഡിതരായി വിലസുകയാണ്. എന്നാൽ മുജാഹിദ് സംഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ഡിതന്മാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊന്നും, പണ്ഡിതന്മാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇൽമിൻ്റെ വിഷയത്തിൽ മുന്നിലോട്ട് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഖുത്ബകൾ പറയുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഖുർആനിക ആയത്തുകളും ഹദീസുകളും വെച്ച് കാര്യങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കി ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുവാനും കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കി സലഫി മൻഹജിലേക്ക്, ശരിയായ സലഫി മൻഹജിലേക്ക് ക്ഷണിക്കുവാനും പ്രാപ്തരായ പണ്ഡിതന്മാർ ഒരാൾ പോലും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്നാൽ ഞാൻ മറ്റൊരു ദഅവത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യമനിൽ 1980 ഷെയ്ഖ് മുഖബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹ്മഹുല്ലാഹു തആല തുടങ്ങിയ ഒരു ദഅവത്തുണ്ട്. സലഫി ദഅവത്ത് തന്നെയാണ്. ഈ കേരളത്തിലെ തൗഹീദിൻ്റെ ദഅവത്ത് തുടങ്ങി ഏകദേശം 60 വർഷം കഴിഞ്ഞാണ് യമനിൽ ഷെയ്ഖ് മുഖബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹ്മഹുല്ലാഹു തആല തൗഹീദിൻ്റെ ദഅവത്ത് തുടങ്ങുന്നത്. അദ്ദേഹം 2001 മരണപ്പെട്ടു. ഏകദേശം 21 വർഷങ്ങൾ മാത്രമാണ് യമനിൽ ഷെയ്ഖ് മുഖബിൽ റഹ്മഹുല്ലാഹു തആല ദഅവത്ത് നടത്തിയത്. ഷെയ്ഖ് മുഖബിൽ റഹ്മഹുല്ലാഹു തആല അദ്ദേഹം വളർന്നതും ജീവിച്ചതും ദമ്മാജ് എന്ന് പറയുന്ന യമനിലുള്ള ഒരു പ്രദേശത്താണ്. അദ്ദേഹം അവിടെ ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഈ യമൻ മുഴുവൻ സൂഫിയാക്കളുടെയും, അതായത് ഖുറാഫാത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയും റാഫിദിയാക്കളുടെയും കരാളഹസ്തത്തിൽ അമർന്ന അവസ്ഥയിലായിരുന്നു. ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആല തന്നെ പറയുന്നു, തൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അലി റളിയല്ലാഹു അൻഹുവിനെ മാത്രമേ അറിയാവൂ, അബൂബക്കറിനെ അറിയില്ല, ഉമറിനെ അറിയില്ല, ഉസ്മാനെ അറിയില്ല റളിയല്ലാഹു അൻഹും. അവർക്ക് ഖബറുകളെ അറിയാമായിരുന്നുള്ളൂ, അവർക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആദർശം അറിയില്ലായിരുന്നു. സർവ്വ അന്ധകാരത്തിൽ മൂടിക്കിടന്ന ഒരു സ്ഥലത്താണ് ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആല ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 20-25 വയസ്സായപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് ഒരു കാവൽക്കാരൻ്റെ പണിക്ക് വേണ്ടി പോയി. ആ കാവൽക്കാരൻ്റെ പണിക്ക് പോയി ആ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചില ഖത്തീബുമാർ, ഖുത്ബ പറയുന്ന ചില ഇമാമുമാർ അദ്ദേഹത്തിന് കുറച്ച് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. ഫത്ഹുൽ മജീദ്, അതുപോലെ തന്നെ റിയാദുസ് സ്വാലിഹീൻ, ബുലൂഗുൽ മറാം, സ്വഹീഹുൽ ബുഖാരി തുടങ്ങിയ ചില ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആലയ്ക്ക് നൽകി. ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആല ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചു. അതിൽ ഫത്ഹുൽ മജീദ് അദ്ദേഹം വായിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഖബറിൽ പോണ തെറ്റാണ്, ഖബറാരാധന പാടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ച കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിനൊരു പുതിയ അറിവിൻ്റെ വാതായനം തുറന്നു നൽകി ഈ ഫത്ഹുൽ മജീദ്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നാട്ടിൽ ഖബർ ആരാധിക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി അദ്ദേഹം പറയാൻ തുടങ്ങി, ഖബറാരാധന പാടില്ല, ഖബറിൽ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടത്, പ്രാർത്ഥനകൾ നമ്മൾ തേടേണ്ടത് അള്ളാഹുവിൻ്റെയോട് മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ഷിയാക്കൾ, റാഫിദുകളായ ആളുകൾ, അവരുടെ പണ്ഡിതന്മാർ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആലയ്ക്കെതിരെ ഫത്വ നൽകി. മൻ ബദ്ദല ദീനഹു ഫഖ്തുലു എന്ന് ഫത്വ നൽകി. ആരാണ് അവൻ്റെ ദീനിനെ വിട്ട് പോയത് അവനെ കൊലപ്പെടുത്തണം. അതായത് ഷെയ്ഖ് മുഖബിൽ എന്താണ്, ഇസ്ലാം വിട്ടു പോയിക്കുകയാണ്. അവരുടെ അടുക്കൽ ഇസ്ലാം എന്താണ്, ഖബറാരാധനയാണ്. ആ ഖബറാരാധന വിട്ടുപോയ ഷെയ്ഖ് മുഖബിലിനെ കൊലപ്പെടുത്തണമെന്ന അക്കാലഘട്ടത്തിൽ ആ ഷിയാക്കൾ നിറഞ്ഞ, റാഫിദിയാക്കൾ നിറഞ്ഞ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുടുംബക്കാരുടെ അടുക്കലേക്ക് ആളുകൾ വന്നു, ഇദ്ദേഹത്തിനെ മര്യാദയ്ക്ക് വായടച്ച് മിണ്ടാതിരിക്കാൻ പറയണം, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ നമ്മൾ ജയിലിലിടും. ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, അവർക്കതിന് ചെയ്യാൻ പ്രാപ്തിയുണ്ടായിരുന്നു, അവർ അവിടുത്തെ ഗവൺമെൻറ് ആയിരുന്നു. നാട്ടിൽ വന്ന് ബന്ധുക്കളെ വിരട്ടി. ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി തആല മിണ്ടാതിരിക്കാൻ നിർബന്ധിതനായി. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവരെന്ന് പറയുന്ന നാട്ടിൽ ഇന്ന് സുന്നത്തിൻ്റെ വിളനിലമായ സുന്നത്തിൻ്റെ ആളുകൾ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന സുന്നത്തിൻ്റെ പള്ളികൾ ഏത് നാട്ടിൽ പോയാലും ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് പള്ളികൾ. ഞാൻ പഠിച്ചത് യമനിലെ ഹദ്റമൗത്ത് എന്ന് പറയുന്ന ജില്ലയിലെ
ഹദ്റമൗത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ അൽ ഹാമി എന്ന് പറയുന്ന ഒരു നാട്ടിലാണ്. അൽ ഹാമി എന്ന് പറയുന്ന നാട് ഖുറാഫാത്ത് കൊണ്ട് അറിയപ്പെട്ട നാടായിരുന്നു. അതായത് ഞാൻ ഒരു ദിവസം പള്ളിയിൽ നമസ്കരിക്കാൻ പോയപ്പോൾ, എൻ്റെ വീട്ടിനടുത്തുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു വൃദ്ധൻ, നല്ല വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ആ നാട്ടിലെ പ്രബോധനത്തിൻ്റെ ചരിത്രം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം പണ്ട് ഈ പള്ളിയിലെ ഇമാമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പണ്ട് കാലത്ത് തൗഹീദിൻ്റെ കിതാബുകൾ, തൗഹീദിൻ്റെ ഗ്രന്ഥങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പഠിച്ചാൽ ആ വീട് ചവിട്ടി തുറന്ന് സുന്നത്തിൻ്റെ ആളുകളെ, സലഫിയത്തിൻ്റെ ആളുകളെ വഹാബികളെന്ന് ആക്രോശിച്ചുകൊണ്ട് പുറത്തിറങ്ങി തല്ലിച്ചതച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം എൻ്റെ അടുക്കൽ അയവിറക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാം തൗഹീദിൻ്റെ കിതാബുകൾ പഠിച്ചിരുന്നത് മലയുടെ മുകളിലേക്ക് പോയാണ്. അവിടെ മലകളുള്ള നാടാണ്. ആ മലകളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പച്ചിലകളും പച്ചമരങ്ങളുമുള്ള മലകളല്ല, മൊട്ടക്കുന്നുകൾ, മരുഭൂമികൾ. ആ മരുഭൂമിയുടെ മുകളിലേക്ക് പോയി 5-6 ആളുകൾ നടന്നു പോയി ഒറ്റയ്ക്ക്, ആരും കാണാതെ ആ മലകളുടെ മുകളിൽ പോയിരുന്നാണ് അവർ തൗഹീദിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചിരുന്നത് അക്കാലഘട്ടത്തിൽ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇന്ന് ഹാമിയുടെ അവസ്ഥ അറിയാമോ സഹോദരങ്ങളെ? സൂഫികൾ അവിടെ അന്തർധാനം ചെയ്തു. അവർ അവിടെ കാണാനില്ല. അവിടെ സലഫികളാണ്, അവിടെ സുന്നത്തിൻ്റെ ആളുകളാണ്, അവിടെ വിദ്യാർത്ഥികളാണ്. അവിടെ ജനങ്ങൾ മുഴുവൻ അവരെ കണ്ടാൽ മനസ്സിലാവും, നീണ്ട താടിയും നീളം വസ്ത്രവും നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രവും തലയിക്കെട്ടും നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാ ഇസ്ലാമിൻ്റെ ശആയിറുകളും നിറഞ്ഞു നിൽക്കുന്ന, ഖബറാരാധനയില്ലാത്ത വളരെ മനോഹരമായ സമൂഹം ഹാമി എന്നുള്ള പ്രദേശത്ത് നിന്ന് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ആ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ ദഅവത്തിൻ്റെ വിദ്യാർത്ഥികൾ നടത്തിയ ദഅവത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ആ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വന്ന് പറഞ്ഞു, നാട്ടിൽ ആരുമില്ല. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതായി എൻ്റെ ഷെയ്ഖ് എന്നോട് നമ്മളോട് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ കൊതിച്ചിട്ടുണ്ട്. എന്ത് കൊതിച്ചിട്ടുണ്ട്? കൈകെട്ടി നമസ്കരിക്കുന്ന ഒരാളിനെ കാണാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊതിച്ചു പോയിട്ടുണ്ട് എന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല തൻ്റെ പ്രബോധന കാലത്തെ അയവിറക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഷിയാക്കൾ, റാഫിദികൾ കൈകെട്ടി നമസ്കരിക്കാറില്ല. അവർ കൈ അഴിച്ചിട്ടാണ് നമസ്കരിക്കുക. പുറം നാടുകളിൽ പോയ ആളുകൾക്കറിയാം. അപ്പോൾ അത്രത്തോളം ഷിയാക്കളുടെ, റവാഫിദുകളുടെ കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് കിടന്നിരുന്ന ഒരു നാടിനെ സുന്നത്തിലേക്ക് പിടിച്ചുയർത്തിയ മഹത് വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല. ഒന്ന് പറഞ്ഞു, മിണ്ടരുത്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, പിന്നെ ഞാൻ രഹസ്യമായി എനിക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുക്കൽ മാത്രം ഞാൻ പോയി പറയാൻ തുടങ്ങി. എന്ത്? ഈ ഖബർ ആരാധിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അങ്ങനെ എന്നാലും അവരറിഞ്ഞു, ഗവൺമെൻറ് അറിഞ്ഞു, ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആലയുടെ പോക്ക് ശരിയല്ല, ഈ മുഖ്ബിലിൻ്റെ പോക്ക് ശരിയല്ല. നമ്മുടെ മദ്രസയിൽ കൊണ്ട് നിർബന്ധിച്ച് പഠിക്കാൻ ചേർത്തു. റാഫിദികളുടെ കോളേജിൽ ഷെയ്ഖ് മുഖ്ബിലിനെ നിർബന്ധിച്ച് പഠിക്കാൻ ചേർത്തു. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ അവർ കൊലപ്പെടുത്തും, ഗവൺമെൻറ്റാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല കോളേജിൽ പോയി ചേർന്നു. ഷെയ്ഖ് മുഖ്ബിൽ എന്താ ചെയ്തത്? അവിടെ നഹ്വ് മാത്രം, അറബി വ്യാകരണം മാത്രം പഠിക്കാൻ തുടങ്ങി. ഷെയ്ഖ് മുഖ്ബിൽ സ്വന്തമായി പറയുന്നുണ്ട്, ഖത്തർനദ എന്ന ഇബ്നു ഹിഷാമിൻ്റെ കിതാബ് 6 തവണ ഞാൻ വീണ്ടും പഠിച്ചു. അതിനുശേഷം ആ നാട്ടിൽ ചില ലഹളകളും വിപ്ലവങ്ങളും ഉണ്ടായപ്പോൾ ഷെയ്ഖ് മുഖ്ബിൽ ആ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും സൗദി അറേബ്യയിലേക്ക് പോയി. പോകുമ്പോഴും ഷെയ്ഖ് മുഖ്ബിൽ പണിക്കായിട്ടാണ് പോകുന്നത്, ജോലിക്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയതിന് ശേഷം പിന്നെ അൽ ഇസ്ലാമിയയിൽ പഠിക്കാൻ കയറുകയും അദ്ദേഹം അവിടെ പഠനം പൂർത്തിയാക്കുകയും ഏകദേശം 10 വർഷത്തോളം പഠനം പൂർത്തിയാക്കുകയും അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞു വരുന്നത് 1970 അവസാനങ്ങളിൽ 80കളിലാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി തആല യമനിൽ ദഅവത്ത് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, ദഅവത്ത് തുടങ്ങുന്ന സമയത്ത് കൈകെട്ടി നമസ്കരിക്കുന്ന ഒരാളിനെ കാണാൻ കൊതിച്ച ആ മനുഷ്യൻ ഇന്ന് യമനിലേക്ക് നമുക്ക് പോയാൽ അറിയാം, ആയിരക്കണക്കിന് മർക്കസുകളാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. യമനിലെ പോയി ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫിയായുണ്ട് ഒരു പണ്ഡിതന് പ്രസംഗിക്കാൻ, ഇല്ലെങ്കിൽ ഇതുപോലൊരു മുഹാദറ നടത്തിയാൽ ആയിരക്കണക്കിന് ആളുകൾ, 4000, 5000, 6000 ആളുകൾ വരെ അവർ അവിടെ മുഹാദറ കേൾക്കാൻ വേണ്ടി, ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി, ദീനി വിജ്ഞാന സദസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സമൂഹമായി ആ യമൻ മാറി വെറും 20 വർഷം കൊണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ 100 വർഷമായി മുജാഹിദ് ദഅവത്ത് നടത്തുന്നു. എന്താ വ്യത്യാസം? ജാമിയ അൽ ഇസ്ലാമിയിൽ പഠിക്കാൻ പോയ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഷെയ്ഖ് മുഖ്ബിൽ ഒരാളാണെങ്കിൽ 100 കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് ജാമിയ ഇസ്ലാമിൽ പഠിക്കാൻ പോയില്ലേ? തിരിച്ചു വന്നിട്ട് എവിടെ പണ്ഡിതന്മാർ, എവിടെ അവരുടെ ഗ്രന്ഥങ്ങൾ, എവിടെ അവരുടെ വിദ്യാർത്ഥികൾ? സഹോദരങ്ങളെ, ഇനിയും നമുക്കതിന് തുടരാണോ?
നമ്മൾ ചിന്തിക്കൂ, നമ്മൾ മുജാഹിദിനെതിരെ സംസാരിക്കുമ്പോൾ പല ആളുകളും ഇത് വേണ്ട എന്നവർക്ക് തോന്നിപ്പോകുന്നു. എന്നാൽ അല്ല സഹോദരങ്ങളെ, നമ്മൾ വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇനിയും ഇത് പറ്റൂല. കേരളത്തിൽ ഇൽമിൻ്റെ മജ്ലിസുകൾ ഉണ്ടാവണം, കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മാത്രം അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉണ്ടായി വരണം. സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി അറബി ഇല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകളിൽ അറബി സാറായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗം തേടിപ്പോകാൻ വേണ്ടിയല്ല, മറിച്ച് ആലിമീകളാവാൻ വേണ്ടി, ഉലമാക്കളാവാൻ വേണ്ടി, മശായിഖ്മാരാകാൻ വേണ്ടി, ഈ ദഅവത്തിന്റെ കൊടി ആകാശത്ത് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ വേണ്ടി, പണ്ഡിതന്മാരാവാൻ വേണ്ടി ഈ നാട്ടിൽ വിദ്യാർത്ഥികൾ ഉണ്ടായി വരണം. ഇൽമിൻ്റെ മജ്ലിസുകൾ ഉണ്ടാവണം. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന കിതാബ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ട് എൻ്റെ മനസ്സ് വിഷമിച്ചു പോയി. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത് പറയാൻ തോന്നിയത്? ഞാൻ കരുതിയതല്ല, അതാണ് സത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ ബോധം. അതായത് ഒരു പക്ഷേ അന്നത്തെ മുജാഹിദ് പ്രബോധനത്തിൽ നിന്ന് അദ്ദേഹത്തിന് തഅസീറുണ്ടായതായിരിക്കാം, അദ്ദേഹത്തിന് അത് സ്വാധീനിച്ചതായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് ദഅവത്ത് എന്ന് പറയുന്ന ദഅവത്ത് അത് സലഫി ദഅവത്തല്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ സഹോദരങ്ങളെ, ആത്മാർത്ഥത നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന എന്നെ നിങ്ങൾ ചെളിവാരി എറിയുകയല്ല വേണ്ടത്, മറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഞാൻ എന്തിനിത് പറയുന്നു? ഞാൻ പറഞ്ഞു, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ഇതുപോലെ കേരള സമൂഹം തൗഹീദ് മനസ്സിലാക്കി വരുന്ന സമൂഹം, അവർ ദുനിയാവിൻ്റെ പിറകെ പോകേണ്ടവരല്ല. നമ്മൾ നോക്കും, ഇവിടെ ഒരു മുജാഹിദ് പള്ളിയുണ്ട്. അവിടെ ഇമാമ, എൻ്റെ ബോധം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് അദ്ദേഹം മലയാളിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഉള്ള ആളുകൾക്കറിയാം, ഇന്നും പല പള്ളികളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം നാടുകളിൽ, ഇടവണ്ണ പോലുള്ള നാടുകളിൽ മുജാഹിദ് പള്ളികളുണ്ട്. പക്ഷേ ഇമാം നിൽക്കാൻ മലയാളിയില്ല, ബംഗാളികളെ ഇറക്കുകയാണ് വെളിയിൽ നിന്ന്. കാരണം ഇൽമിൻ്റെ മാധുര്യം അവർക്ക് കിട്ടിയില്ല. ഇമാമത്ത് നിൽക്കുന്നത് ഏതോ കുറഞ്ഞ ജോലിയാണ്. കോളേജിലെ അറബി സാറാണ് പള്ളിയിലെ ഇമാമിനേക്കാൾ അവരുടെ അടുക്കൽ വലുത്. അല്ലേ സഹോദരങ്ങൾ? അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നത് എന്തോ ഒരു അധമമായ പണിയാണ് നമ്മുടെ സമൂഹത്തിൽ. അതിനൊരു സ്ഥാനമില്ല. എന്തിനേറെ പറയുന്നു, ഈ പള്ളികളിൽ, സലഫി പള്ളികളെന്ന് നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ള ഈ പള്ളികളിൽ ഇമാമ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കാറില്ലേ? കക്കൂസ് കഴിയുന്ന ഒരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ലൈറ്റ് അണച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനടുത്ത് ദേഷ്യപ്പെടില്ലേ? ഇൽമിന് വിലയില്ല. അള്ളാഹിൻ്റെ പള്ളിയിൽ ഇമാം നിൽക്കുന്ന, നമുക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നിൽക്കുന്നവരെ നമുക്ക് ഒരു വിലയുമില്ല. പള്ളി പ്രസിഡൻ്റായിരിക്കും, താടി വടിച്ചവനായിരിക്കും, ഇൽമുമായി ബന്ധമില്ലാത്തവനായിരിക്കും, സമൂഹത്തിൽ കുറച്ച് പണവും സ്വാധീനവും ഉണ്ട് എന്നതിൻ്റെ പേരിൽ പള്ളിയുടെ പ്രസിഡൻ്റായ ഈ ആളുകൾ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെ കൊണ്ട് കക്കൂസ് കഴിവിച്ചിട്ടില്ലേ? ഞാൻ തുറന്നു ചോദിക്കുകയാണ് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അതൊക്കെ ഇസ്ലാം ദീനിന്റെ പാടുള്ള കാര്യമാണോ? അള്ളാഹിന്റെ റസൂലിന്റെ ശിഷ്യന്മാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ എന്ന് പറഞ്ഞില്ലേ? ഈ ഖുർആൻ എടുത്തവർ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി സമൂഹത്തിന്റെ മുകളിൽ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അനുയായികളല്ലേ നമ്മൾ? എന്നാൽ എന്താ ഈ പള്ളികളിൽ നടക്കുന്നത്? ഇൽമിന് ഒരു വിലയുമില്ല. ഇൽമിൻ്റെ ആളുകൾക്ക് വിലയില്ല. ചിലപ്പോൾ ഖുത്ബ പറയാൻ വരുന്ന ആളുകളെ പള്ളി പ്രസിഡന്റ് നിയന്ത്രിക്കും. സത്യമല്ലേ? പള്ളി പ്രസിഡന്റ് നിയന്ത്രിക്കും. പള്ളി പ്രസിഡന്റ് ഇന്ന കാര്യം പറഞ്ഞാൽ മതി, ഇന്ന കാര്യം പറയണ്ട, ഇതെന്താ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഖത്തീബിനെ നിയന്ത്രിക്കും. ആരാ സമൂഹത്തിന് മതപരമായ നേതൃത്വം നൽകേണ്ടത്? പള്ളി പ്രസിഡന്റുമാരാണോ? ഇത് സലഫികളുടെ മാത്രം കാര്യമല്ല, ഈ ഖുറാഫികളായ സൂഫികളുടെ പള്ളികളും ഇത് തന്നെയാണ് അവസ്ഥ. പള്ളികളിലെ ഇമാമുമാരെ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ ഇൽമുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ചിലപ്പോൾ നമസ്കാരത്തിന് പോലും പള്ളിയിൽ കയറാത്ത ഈ പ്രസിഡന്റുമാർ എന്ന് പറയുന്ന വർഗമാണ്.
ഇല്ലേ? സമൂഹമായി ചിന്തിച്ചു നോക്കൂ. അതല്ല ഇസ്ലാമിക സംസ്കാരം. ഇസ്ലാമിക സംസ്കാരം ഇൽമിന്റെ ആളുകളെ, പണ്ഡിതന്മാരെ, ഖുർആനിന്റെ ആളുകളെ, സുന്നത്തിന്റെ ആളുകളെ ബഹുമാനിച്ച സംസ്കാരമാണ്. ഭക്തന്മാരെ, പണ്ഡിതന്മാരെ ബഹുമാനിച്ച സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അല്ലാതെ അവരുടെ നേരെ കയർക്കുന്ന, അവരുടെ നേരെ കൈ ചൂണ്ടുന്ന, അവരെ കൊണ്ട് കക്കൂസത കഴിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ അവർ ലൈറ്റ് അണയ്ക്കാത്തതിന്റെ പേരിൽ, ഫാൻ ഓഫ് ആക്കാത്തതിന്റെ പേരിൽ അവരുടെ മേലെ കാർക്കിച്ച്, ഇല്ലെങ്കിൽ കർക്കശമായി പെരുമാറുന്ന സംസ്കാരമല്ല ഇസ്ലാമിന്റെ സംസ്കാരം. എങ്ങനെ ആ സംസ്കാരം കടന്നു വന്നു? ഇൽമിന് വിലയില്ല, സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ മൗലവി കിതാബിൽ ഇങ്ങനെ എഴുതി. ഈ ഓർമ്മയുള്ള തിരുവത്തിൻ്റെ 65-ാമത്തെ പേജിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മതവിദ്യാഭ്യാസത്തെ ഓത്തുപുരകളിലെ അപരിഷ്കൃത ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ന് കാണുന്ന കോളേജ് നിലവാരത്തിലേക്ക് വളർത്തി ഉയർത്താൻ. അപ്പോൾ ഓത്തുപള്ളികൾ അപരിഷ്കൃതമാണ് എന്ന് ഈ ബുക്കിൽ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വ്യസനിച്ചു. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂല് കോളേജിലാണോ ഇൽമു പഠിപ്പിച്ചത്? സ്വഹാബാക്കൾ കോളേജിൻ്റെ വരാന്തകളിൽ നിന്നാണോ ഇൽമു പഠിച്ചത്? കോളേജിൻ്റെ ക്ലാസ് റൂമുകളിൽ നിന്നാണോ ഇൽമു പഠിച്ചതല്ല. ഈ ഓത്തുപള്ളികൾ എന്നറിയപ്പെടുന്ന, ഇല്ലെങ്കിൽ പള്ളികളുടെ ഉള്ളിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ഇമാമുമാരും താബീയങ്ങളും അത്ബാ താബീയങ്ങളുമെല്ലാം പള്ളിയുടെ സൈഡിൽ കെട്ടിയുയർത്തിയ, ഇല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് കെട്ടിയുയർത്തിയ മദ്രസകളിൽ നിന്നാണ് ഇൽമു പഠിച്ചത്. ഓത്തുപുരകളിൽ നിന്ന്, ഖുത്താബുകൾ എന്നറിയപ്പെടുന്ന ആ മദ്രസകളിൽ നിന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ ഇൽമു പഠിച്ചത്. ആ പഠന സംവിധാനത്തെ അപരിഷ്കൃതമെന്ന് എങ്ങനെ പറയാൻ തോന്നും ഒരു സലഫിക്ക്? സഹോദര, അത് ശരിയല്ല. ഞാൻ ദുർറുസനിയ എന്ന കിതാബിൽ നിന്ന്, ദുർറുസനിയ എന്ന കിതാബ്, ആ കിതാബിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും: വദക്കറന ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ ഹുമൈദിൻ അനിൽ ആസിമി ഫഖാല മാ മഅനാഹു. ദുർറുസനിയുടെ 16-ാമത്തെ മുജല്ലദിൽ 9-ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്: ഇന്ന അവ്വല മദ്രസത്തിൻ നിദാമിയത്തിൻ ബുനിയത് ബി ബഗ്ദാദ്. ബഗ്ദാദിൽ ആദ്യത്തെ കോളേജ് കെട്ടി. കോളേജ് കെട്ടൽ ഹറാമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ പള്ളിയിലെ പഠനം, ഓത്തുപള്ളിയിലെ പഠനം അത് അപരിഷ്കൃതമാണ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഔചിത്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് അപരിഷ്കൃതമായി കാണുന്ന, അതൊരു സലഫിക്ക് കാണാൻ സാധിക്കില്ല എന്ന ബോധമാണ് ഓരോ സുന്നിക്കുമുള്ളത്, ഓരോ മുസ്ലിമിനുമുള്ളത്. കാരണം നമ്മുടെ ഇമാമിങ്ങൾ പഠിച്ച രീതിയാണ്. ആ സംവിധാനത്തെ നോക്കി അപരിഷ്കൃതമെന്ന് വിളിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? മറിച്ച് അതാണ് പരിഷ്കാരം. അത് തന്നെയാണ് പരിഷ്കാരം. അല്ലാതെ ഈ കോളേജിലേക്ക് ഇൽമിനെ പറിച്ചു നാട്ടിയതല്ല പരിഷ്കാരം. പരിഷ്കാരം ഏതൊരു മാർഗത്തിലാണോ നമ്മുടെ മുൻഗാമികൾ ഉണ്ടായിരുന്നത് അതാണ് ശരി. അല്ലാതെ പിന്നീട് നമ്മുടെ പിൻതലമുറക്കാർ കെട്ടിയുയർത്തിയ കോളേജുകളല്ല ശരിയാണ്. അതിൽ പഠിക്കുന്നത് തെറ്റാണ് എന്നല്ല, മറിച്ച് മറ്റതിനെ നോക്കി അപരിഷ്കൃതമെന്ന് വിളിക്കുന്ന ഔചിത്യത്തിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. സഹോദര, ഇവിടെ നോക്കൂ, ഈ ഇമാമ് പറയുകയാണ്, ആദ്യമായി മദ്രസ, ഒരു കോളേജ് ബഗ്ദാദിൽ കെട്ടി. വൽതഹഖ ബിഹാ കസീറുൻ വതുലിബ ലഹാ ഉലമാ വഉജ്രിയ ലഹും വലിതുല്ലാബിൽ ഇൽമി മുറത്തബാത്ത്. അവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം നിശ്ചയിച്ചു. കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തു. ആദ്യമായി ബഗ്ദാദിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടോ വൽതഹഖ ബിഹാ കസീറുൻ, ധാരാളം ആളുകൾ ആ കോളേജിൽ ചേർന്നു. ബുഖാറയിലുള്ള പണ്ഡിതന്മാർ ഇതറിഞ്ഞപ്പോൾ, കോളേജ് കെട്ടി എന്നറിഞ്ഞപ്പോൾ, ഇൽമിനെ പള്ളികളിൽ നിന്ന് പുറത്തെടുത്ത് കിതാബുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും ഈ അപരിഷ്കൃതമെന്ന ഈ കിതാബിൽ, ഈ ബുക്കിൽ പറഞ്ഞ ആ സംവിധാനത്തിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ ബുഖാറയിലെ പണ്ഡിതന്മാർ എന്താ ചെയ്തതെന്നറിയുമോ സഹോദര? ദുർസനി നോക്കൂ, അവിടെ കാണാം ബഖൗ, അവർ കരഞ്ഞു എന്നാണ്. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. പണ്ഡിതന്മാർ കരഞ്ഞുപോയി ഇൽമിനെ പള്ളിയിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ. അത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയായി പഠിപ്പിക്കപ്പെട്ടപ്പോൾ, ഷഹാദത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടപ്പോൾ അഹ്ലുസുന്നത്തിൽ വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കരഞ്ഞുവെന്നാണ്. ആ ഒരു സംവിധാനത്തെ നോക്കി അപരിഷ്കൃതം എന്നെങ്ങനെ നമുക്ക് വിളിക്കാൻ സാധിക്കും? സഹോദര, തീർന്നിട്ടില്ല. ഇതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 1998 നമ്മളെത്തി. ലോകം എത്രയോ മാറി. സ്ത്രീകൾ പഠിച്ചു, ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി. അപ്പോൾ മുജാഹിദ് ദഅവത്തിന്റെ 100 വർഷം, 1998 ഏകദേശം 70-80 വർഷത്തെ ചരിത്രം അദ്ദേഹം പറയുകയാണ്. ഉമർ മൗലവി, അല്ലാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത് വ്യക്തമായിരുന്നെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് മടങ്ങുമായിരുന്നു എന്ന് നമ്മൾ നല്ല വിചാരം വെച്ച് പുലർത്തുകയാണ് അദ്ദേഹത്തിനെ കുറിച്ച്. മരണപ്പെട്ട വ്യക്തിയാണ്.
നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുന്നത്. ഇതൊരു പക്ഷേ അറിഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് തെളിവുകളോട് വ്യക്തമാക്കപ്പെട്ടു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം മടങ്ങുമായിരുന്നു എന്ന് നല്ല വിചാരം ഈ ഉള്ളവൻ വെച്ച് പുലർത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അധ്യാപികമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും അടങ്ങിയ ഉന്നത ബിരുദധാരണികളുണ്ടായി. മതരംഗത്തും അഫ്ദലുൽ ഉലമ പഠിച്ച ധാരാളം പണ്ഡിതകൾ രംഗത്ത് വന്നു. പ്രസംഗകരും സാമൂഹിക പ്രവർത്തകരും സമുദായത്തിൽ വളർന്നു. എന്തിനേറെ തങ്ങൾമാരും മുസ്ലിയാക്കളും അടങ്ങുന്ന മഹാഭൂരിപക്ഷം സുന്നികൾ. യഥാർത്ഥത്തിൽ സുന്നികൾ എന്നിവരെ വിളിക്കാൻ പാടില്ല. ഏറ്റവും വലിയ ദുൽമാണ്. ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയ ആഘാതമാണ് ഈ സൂഫികളെ, ഖബറാരാധകരെ സുന്നികളെന്ന് വിളിച്ചത്. അവരുടെ ആ പേര് അവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അവർ സുന്നികളല്ല, അവർ ഖുറാഫികളാണ്, അവർ സൂഫികളാണ്, അവർ ഖബറാരാധകരാണ്, അവർ ഷിയാക്കളുടെ ആദർശം പേരുന്നവരാണ്. ഒരിക്കലും സുന്നികൾ എന്ന പേര് അവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയ ആഘാതങ്ങളിൽപ്പെട്ടൊരു ആഘാതമാണ് ഈ കേടായവരെ, ഈ ഫാസിദീങ്ങളെ, ഈ ബാത്തിലിൻ്റെ ആളുകളെ സുന്നികൾ എന്നുള്ള പേര് അവർക്ക് വകവെച്ചു കൊടുത്തിട്ട് മുജാഹിദ് എന്നുള്ള പേര് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ സുന്നികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പിടിക്കുന്നവരാണ്. ആ സുന്നത്തിൽ ഖബറാരാധനയില്ല, ആ സുന്നത്തിൽ മൗലിദാഘോഷമില്ല, ആ സുന്നത്തിൽ മങ്കൂസ് മൗലിദ് പാരായണമില്ല, ആ സുന്നത്തിൽ ഖബർ സിയാറത്തിൻ്റെ പേരിൽ ഖബറിൻ്റെ അടുക്കൽ പോയി ഇന്ന് ഖബറിൽ സുജൂദ് ചെയ്യലില്ല. ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ആനയെ അമ്പാരിയെ എഴുന്നള്ളിച്ചുകൊണ്ട് പടക്കങ്ങൾ പൊട്ടിച്ച് മ്യൂസിക്കുകളും മറ്റും ഉയർത്തി സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന രീതി ആ സുന്നത്തിലില്ല. ഇവർ സുന്നികളല്ല സഹോദരങ്ങളെ. മുജാഹിദിൻ്റെ ആളുകളോട് നസീഹത്തോടുകൂടി ഞാൻ പറയുന്നത്, തമാശയ്ക്ക് പോലും ഇവരെ സുന്നികളെന്ന് വിളിക്കാൻ പാടില്ല. അല്പമെങ്കിലും തൗഹീദിനോട്, അല്പമെങ്കിലും സുന്നത്തിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെ സുന്നികളെന്ന് ഒരു സ്റ്റേജിലും വിളിക്കാൻ പാടില്ല. മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാരോട്, നിങ്ങളുടെ പ്രബോധകരോട് നിങ്ങൾ നസീഹത്ത് കൊടുക്കണമത്. അവർ വിളിക്കുന്നത് കണ്ടാൽ അവർ സുന്നികളും മുജാഹിദുകളും, സുന്നി മുജാഹിദ് സംവാദം അങ്ങനെ പാടില്ല തന്നെ. ഒരിക്കലും അവർ സുന്നികളല്ല, സുന്നികളായിട്ടില്ല, ആവുകയുമില്ല. അവർ ഈ ഖബറാരാധന ഉപേക്ഷിക്കാതെ, അവർ ഈ അശ്അരിയത്ത് ഉപേക്ഷിക്കാതെ. പണ്ഡിതന്മാർ കുഫാറുകളാണെന്ന് പോലും കിതാബിൽ എഴുതി വെച്ച അശ്അരിയത്താണ് അവരുടെ അടുക്കലുള്ളത്. ആ അശ്അരിയത്ത് ഉപേക്ഷിക്കാതെ, മൗലിദാഘോഷം ഉപേക്ഷിക്കാതെ, മറ്റ് ബിദ്അത്തുകൾ അവർ ഉപേക്ഷിക്കാതെ ഒരിക്കലും അവർ സുന്നികളാവുകയില്ല. അങ്ങനെ വിളിക്കാൻ തമാശയ്ക്ക് പോലും പാടില്ല. എന്തായാലും ഉമർ മൗലവി പറയുകയാണ്, അങ്ങനെ മഹാഭൂരിപക്ഷം സുന്നികൾ അണിനിരന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്ത്രീകൾ സജീവമായി വന്നു. അപ്പോൾ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഉമർ മൗലവി പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? വഖർന ഫീ ബുയൂതികും, സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഇരിക്കട്ടെ എന്ന ആശയത്തിൽ ഖുർആൻ സംസാരിച്ചില്ലേ സഹോദരങ്ങളെ? എന്നിട്ട് സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമായ നേട്ടമായി എടുത്തു പറയുന്ന ഒരു ദഅവത്ത് എങ്ങനെയാണ് സലഫി ദഅവത്താവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഉമ്മത്തിൻ്റെ നേതൃത്വം, അധികാരം സ്ത്രീകളുടെ അടുക്കൽ വന്നാൽ ആ ഉമ്മത്ത്, ആ സമുദായം നശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമായി നേട്ടമായി കാണുന്ന ഒരു ദഅവത്ത്, ആ ഒരു ആദർശം എങ്ങനെയാണ് സലഫി ആദർശമാവുക? എങ്ങനെയാണ് സുന്നി ആദർശമാവുക? പിന്നെയോ ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റുമാർ വരെ ആയിത്തീർന്നു. സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിത്തീർന്നത് മുജാഹിദ് ദഅവത്തിന്റെ നേട്ടമായിട്ടായി കിതാബിൽ പറയുന്നത്. മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനഭാജനമായ ശ്രീമതി ഖമറുന്നിസ അൻവർ കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ ബോർഡിൻ്റെ ചെയർപേഴ്സണായി ഭരണ നൈപുണ്യം തെളിയിച്ചു. ക്രമാനുഗതമായ ഈ വളർച്ചയിലും അഭിവൃദ്ധിയിലും സ്ത്രീ സമൂഹം എത്തപ്പെട്ടത് മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ത്യാഗസുരഭിലമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. സഹോദരങ്ങളെ, ഈ പോസ്റ്ററുകളിൽ മുഖമക്കരയിട്ട് മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ എന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമിലെ സ്ത്രീകളെ മുഖമക്കരകളെ വലിച്ചു കീറിയെറിഞ്ഞ് ഈ പോസ്റ്ററുകളിൽ തെരുവിൽ പ്രദർശിപ്പിച്ച ദഅവത്ത്, അതാണോ സലഫി ദഅവത്ത്? സഹോദരങ്ങളെ, ഇനിയെങ്കിലും മനസ്സിലാക്കണം, എന്തുകൊണ്ട് കേരളത്തിൽ ഉലമാക്കൾ ഉണ്ടായില്ല? കാരണം എന്തുകൊണ്ട് ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല ഇവിടെ ദഅവത്ത് തന്ന ഫലം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി തആല ദഅവത്ത് തന്ന ഫലം എന്തുകൊണ്ട് കേരളത്തിൽ കിട്ടിയില്ല?
ആലോചിച്ചു, സൗദി അറേബ്യയിൽ നിങ്ങൾ പോയാൽ ഇൽമാണ്, എങ്കും വിജ്ഞാനമാണ്. എന്നാൽ കേരളത്തിലോ മുജാഹിദ് കോളേജുകളിൽ പഠിക്കാൻ ഇൽമ ആഗ്രഹിച്ച് പോയ ഒരു വിദ്യാർത്ഥി, മുജാഹിദിൻ്റെ ഏത് കോളേജിലായാലും ശരി, അത് വിസ്തത്തിൻ്റെ കോളേജിലായാലും KNMൻ്റെ കോളേജിലായാലും മർക്കസ് ദഅവയുടെ കോളേജിലായാലും ഒരു വിദ്യാർത്ഥി കയറിപ്പോയാൽ ആ വിദ്യാർത്ഥി ഇൽമ അന്വേഷിച്ച് ആത്മാർത്ഥമായിട്ടാണ് പോയത്, നല്ല ഇഖ്ലാസോട് കൂടിയാണ് പോയതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ പരീക്ഷ സർട്ടിഫിക്കറ്റ് ജോലി ഇത് പറഞ്ഞ് ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ദുനിയാവ് കയറുകയാണ്. പിന്നെ പഠിച്ചിറങ്ങുമ്പോൾ അവൻ്റെ ലക്ഷ്യം ഒരു പ്രബോധകനാവണമെന്നല്ല, ഒരു ആലിമാവണമെന്നല്ല, ഒരു പള്ളിയിലെ ഇമാമാവണമെന്നല്ല, ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നേടണം. അല്ലേ സഹോദരങ്ങൾ? എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഉദാഹരണങ്ങൾ കാണും. നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ, നല്ല കൂർമ്മ ബുദ്ധിയുള്ള, മനപ്പാട ഗ്രാഹ്യശേഷിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ കോളേജുകളിൽ അറിവ് പഠിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ വല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. അതാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് രാഷ്ട്രീയക്കാരെയല്ല, നമുക്ക് വേണ്ടത് തർജുമയുടെ ആളുകളെയല്ല, നമുക്ക് വേണ്ടത് കവലപ്രസംഗക്കാരെയല്ല, നമുക്ക് വേണ്ടത് ആലിമീങ്ങളെയാണ്. അതിനുവേണ്ടിയാണ് ഈ ദഅവത്ത്. ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല വിളയിച്ച ആ ഫലം അത് കേരളത്തിൽ കൊണ്ടുവരണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി തആല വിളയിച്ച സൗദി അറേബ്യയിൽ വിളയിച്ച ആ ഫലം കേരളത്തിൽ വേണം. അതിനുവേണ്ടിയാണ് ഈ ദഅവത്ത്. അതുകൊണ്ട് ജനങ്ങളെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, തൗഹീദിനെ സ്നേഹിക്കുന്നവരെ, സലഫിയത്തിനെ ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങൾ ഈ ദഅവത്തിനെ സഹായിച്ചൊള്ളി. ഇനിയും പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അവരുടെ വിചാരം ഈ സമ്പാദനങ്ങൾ ഇങ്ങനെ നടത്തിയാൽ മതി എന്നാണ്. അല്ല, ആലോചിച്ചു നോക്കൂ, എത്ര സമ്പാദനങ്ങൾ നടത്തിയിട്ടാണ് ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല യമനിൽ ഈ ഒരു ഫലം ഉണ്ടാക്കിയെടുത്തത്. അള്ളാഹുവിൻ്റെ ഫദ്ലിന് ശേഷം ഇൽമ പഠിപ്പിച്ചിട്ടാണ്, വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയിട്ടാണ്, ആലിമീങ്ങളെ ഉണ്ടാക്കിയിട്ടാണ്, മശായിഖ്മാരെ ഉണ്ടാക്കിയിട്ടാണ്. ഇന്ന് ആയിരക്കണക്കിന് മശായിഖ്മാരെ യമനിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് വന്നതാണ്, ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും. ഇന്ന് ഷെയ്ഖ് യഹ്യ ബിൻ അലി അൽ ഹജൂരി ഹഫളഹുല്ലാഹു തആല യമനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, പട്ടിണി സഹിച്ച്, ഇടാൻ ചെരുപ്പില്ലാതെ, ഒരുപക്ഷെ വീട്ടിൽ ദിവസങ്ങളോളം കത്തിയെറിയാതെ ഇൽമിന് വേണ്ടി മാത്രം യാത്ര ചെയ്ത് ഇന്നും ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫളഹുല്ലാഹു തആലയുടെ അടുക്കലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിൻ്റെ കീഴിലുള്ള സ്റ്റൈപ്പൻഡ് നേടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പള്ളിയിൽ പഠിക്കുന്നുണ്ട്. ഇന്നും എൻ്റെ ഷെയ്ഖിൻ്റെ അടുക്കൽ ഏകദേശം 1000 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്ന പള്ളിയിൽ എന്നോടൊപ്പം അമേരിക്കയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, സൊമാലിയയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എല്ലാം ഞാൻ നേടിയത് ആ പള്ളിയിൽ വെച്ചാണ്. ഇന്നും അമേരിക്കയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, തമാശയല്ല. ബ്രിട്ടനിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, ഇന്തോനേഷ്യയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, മലേഷ്യയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെ ഞാൻ നേടിയത് ആ പള്ളിയിൽ വെച്ചാണ്. ആ പള്ളിയിൽ 1000-ഓളം വിദ്യാർത്ഥികൾ ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ പഠിക്കുകയാണ്. അതൊന്നും നമുക്ക് കേരളത്തിൽ നിന്ന് സ്വപ്നം കാണാൻ കഴിയുമോ സഹോദരങ്ങളെ? ഈ 100 വർഷമുള്ള ദഅവത്തിൽ നിന്ന് അങ്ങനെ ഒരു കോളേജെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ? ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ പോട്ടെ, ഇവിടെ ഒരു കോളേജിൽ 10, 20, 30 സാറന്മാർ പഠിക്കുന്ന കോളേജുകളുണ്ടല്ലോ മുജാഹിദുകൾക്ക്. ഇതുപോലെ ഇൽമിന് വേണ്ടി മാറിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എത്ര വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കി. സാധിച്ചിട്ടുണ്ട് ഈ ദഅവത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ? കേരളത്തിൽ ഇല്ല. ഇനിയും ആ മാർഗത്തിൽ ചരിക്കുകയാണ് നമുക്ക് വേണ്ടത്. തൗഹീദിനെ സ്നേഹിക്കുന്നവരെ, ഇൽമിനെ സ്നേഹിക്കുന്നവരെ, സലഫിയത്തിനെ സ്നേഹിക്കുന്നവരെ, ആ മാർഗം വേണോ? അതല്ല ആ ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആലയുടെ, സഹാബാക്കളുടെ, അതിനു മുമ്പ് സഹാബാക്കളുടെ, താബിഈങ്ങളുടെ, അത്ബാ താബിഈങ്ങളുടെ, സലഫുകളുടെ മാർഗം വേണോ? ഒരുപക്ഷെ എല്ലാ ആദർശവും നമുക്ക് മുറുകെ പിടിക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് സ്ത്രീ മുഖം പറയ്ക്കണം, ആൺ പെണ്ണ് കൂടിക്കടരാൻ പാടില്ല, അതുപോലെ തന്നെ ഇൽമ് പഠിക്കണം, ഫോട്ടോ എടുക്കാൻ പാടില്ല, എല്ലാം കൂടെ എന്നെക്കൊണ്ട് താങ്ങൂല, ഇതെല്ലാം ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ പാടില്ല. ഈ ദഅവത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരുപക്ഷെ അള്ളാഹു നിങ്ങളെ നാളെ സ്വർഗത്തിലെത്തിച്ചേക്കാം. നിങ്ങൾ ആ തിന്മ ഉപേക്ഷിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ തിന്മ ഉള്ള സമയത്ത് തന്നെ ഈ ദഅവത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, ഈ ദഅവത്തിനെ നിങ്ങൾ സഹായിച്ചാൽ, അതിൻ്റെ ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ, അതുകൊണ്ട് മാത്രം ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തന്നേക്കാം.
അതുകൊണ്ടാണ് യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം തൻ്റെ മകൻ ഒരു ബിദ്അത്തുകാരൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മകനോട് ചോദിച്ചു, എവിടെ നിന്നാണ് മകനെ നീ ഇറങ്ങി വരുന്നത്? ഫുലാൻ, ഇന്ന ബിദ്അത്തുകാരൻ്റെ വീട്ടിൽ നിന്നാണ്. യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി തആല പഠിപ്പിച്ചു കൊടുത്തു, മകനെ, എൻ്റെ പൊന്നു മകനെ, നീ ഒരു നപുംസകത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് എനിക്ക് ഈ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിനേക്കാൾ ഇഷ്ടം. നീ ഒരു തെമ്മാടിയായി, നീ ഒരു കള്ളനായി, നീ ഒരു വ്യഭിചാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് ഒരു ബിദ്അത്തുകാരനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഇവിടെ ആ മഹാനവർകൾ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു വ്യഭിചാരിയായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഒരു തെമ്മാടിയായിരുന്നാലും ശരി, ഒരു വഞ്ചകനായിരുന്നാലും ശരി, അതിനേക്കാൾ വലുതാണ് ഒരു ബിദ്അത്തുകാരനായിരിക്കുക എന്നുള്ളത്. ബിദ്അത്തുകാരനാവാൻ ഒരുപാട് ബിദ്അത്ത് ജീവിതത്തിൽ വേണ്ട. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരൊറ്റ ഉസൂലിനെ നിഷേധിച്ചാൽ മതി. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലിൽപ്പെട്ട ഒരൊറ്റ അസ്ലിനെ നിഷേധിച്ചാൽ അവർ ബിദ്അത്തുകാരായി. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നല്ല തൗഹീദുള്ള ആളാണ്, സുന്നത്തുള്ള ആളാണ്, നല്ലതുപോലെ താടി വളർത്തിയിട്ടുണ്ട്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നമസ്കാരങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളാണ്. തൗഹീദിന് വേണ്ടി കഴുത്തിൽ കത്തിവെച്ചാലും തൗഹീദല്ലാതെ അവൻ്റെ തല ഒരുപക്ഷെ അറുത്തിട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുന്ന ചിലപ്പോൾ തലയും നാവുമായിരിക്കും. എന്നാൽ അവന് പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖലീഫയാവുന്നതിന് മുമ്പ് അലി ഖലീഫയാവേണ്ടതായിരുന്നു. എന്താണ്? എല്ലാ സുന്നത്തും കറക്റ്റാണ്, അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തുകളുടെ അവൻ്റെ വിശ്വാസം കറക്റ്റാണ്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ വിശ്വാസം കറക്റ്റാണ്, ഖുർആന് അതിലുള്ള വിശ്വാസം കറക്റ്റാണ്, തൗഹീദ് വിശ്വാസം കറക്റ്റാണ്. എന്നാൽ ഒരൊറ്റ വാദം മാത്രമേ അവനുള്ളൂ, ബാക്കി എല്ലാം കറക്റ്റാണ്, രാവിലെ മുതൽ രാത്രി വരെ പള്ളിയിലാണ്. എന്നാൽ ഒരൊറ്റ വാദമുണ്ടവന്. എന്താണ്? അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാന് മുമ്പ് ഖലീഫയാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം ആ 72 കക്ഷികളുടെ കൂടെയാണ്. എത്ര തൗഹീദ് ഉണ്ടായിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു തന്നതുപോലെ എല്ലാ വശത്തു കൂടിയും എടുത്തവർക്ക് മാത്രമേ സുന്നത്തിൻ്റെ പട്ടം ചേരുകയുള്ളൂ. അതാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണ് വിജയിക്കുന്ന കക്ഷി? ഞാനും സഹാബാക്കളും ഇന്ന് ഏതൊരു വിശ്വാസത്തിന്മേലാണോ, ഇന്ന് ഏതൊരു ആദർശത്തിന്മേലാണോ, ആ ആദർശം പൂർണ്ണമായി ഉൾക്കൊണ്ടവർ മാത്രമാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. നോക്കൂ, ഇത് ഷറഹുസുൻ്റെ എന്നുള്ള കിതാബാണ്. ഈ കിതാബ് ഇമാം അൽ ബർബഹാരി റഹ്മത്തുള്ളാഹി തആല 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രചിച്ച കിതാബാണ്. ഈ കിതാബ് അദ്ദേഹം രചിച്ചത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ പരിചയപ്പെടുത്താനാണ്. അടിസ്ഥാന പ്രമാണങ്ങളെ, മൗലിക തത്വങ്ങളെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളെ രേഖപ്പെടുത്തുവാൻ വേണ്ടി രചിച്ച കിതാബാണിത്. ഈ കിതാബ് രചിച്ചു തീർന്നിട്ട് അദ്ദേഹം അവസാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? അദ്ദേഹം അവസാനം പറഞ്ഞു, فمن أقر بما في هذا الكتاب وآمن به واتخذه إماما ولم يشك في حرف منه ولم يجحد حرفا واحدا فهو صاحب سنة وجماعة. ഈ കിതാബിൽ പറഞ്ഞ സർവ ഉസൂലുകളെയും അംഗീകരിച്ചവൻ മാത്രമാണ് സുന്നി. പിന്നെയോ അദ്ദേഹം പറയുകയാണ്, വമൻ ജഹദ ഹർഫൻ മിമ്മാ ഫി ഹാദൽ കിതാബ്, ഈ കിതാബിലുള്ള ഏതെങ്കിലും ഒരൊറ്റ അസ്ലിനെ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറഞ്ഞത്? ഔ ശക്ക ഫി ഹർഫിൻ മിൻഹു, ഇല്ലെങ്കിൽ ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഔ ശക്ക വ വഖഫ, ഇല്ലെങ്കിൽ അങ്ങനെ സംശയം പ്രകടിപ്പിച്ചു തീരുമാനമെടുക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ, ഫഹുവ സാഹിബു ഹവാ, അവൻ ബിദ്അത്തുകാരനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഒരാൾ ബിദ്അത്തുകാരനാവാൻ, ഒറ്റ അസ്ലിനെ നിഷേധിച്ചാൽ മതി. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലിൽപ്പെട്ട അസ്ലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഖലീഫ ആവേണ്ടത്. ശേഷമാണ് അലി ഇബ്നു അബി ത്വാലിബ് ഖലീഫ ആവേണ്ടത്. ഈ അസ്ലിനെ ആരെങ്കിലും നിഷേധിച്ചാൽ ബിദ്അത്തുകാരനായി. സഹോദര നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി തആല ഈ കിതാബിൽ എഴുതിയതാണ്. എന്താ എഴുതിയത്? സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ത്യാഗസുരഫിലമായ പ്രബോധനത്തിൻ്റെ ഫലമാണ് എന്ന്.
എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇത് അഷ്ശൈഖ് അൽ അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹു തആലയുടെ മജ്മൂഉൽ ഫതാവയാണ്. ഈ കിതാബിൽ ഷെയ്ഖിനോട് ഹൗല തൗദീഫിൻ നിസാഇ ഫി ദവാഇർ അൽ ഹുകൂമിയ്യ, ഗവൺമെന്റ് സ്ഥാനങ്ങളിൽ സ്ത്രീകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ സ്ത്രീകൾ പണിയെടുക്കുന്നതിന്റെ വിധി ചോദിച്ചു. എന്താ മഹാനവറുകളായ സലഫി പണ്ഡിതർ, ഈ കാലഘട്ടം കണ്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമ്, സലഫി പ്രബോധകരുടെ നേതൃത്വം, അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, ഖാല റഹ്മഹുല്ലാഹു തആല ദാലിക അന്ന മിനൽ മഅലൂമി, അറിയപ്പെട്ട സംഗതിയാണ് എന്നാണ്. അത് രഹസ്യമായിരിക്കുന്നതല്ല, മറിച്ച് സുന്നികൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, സലഫികൾക്ക് അവർക്കിടയിൽ പ്രചാരത്തിലുള്ള അറിയപ്പെട്ട സംഗതിയാണെന്ത്? അന്ന നുസൂല അൽ മർഅതി ലിൽ അമലി ഫീ മീദാനി ദിജാലി യുഅദ്ദി ഇലൽ ഇഖ്തിലാത്ത്, ആൺ പെൺ കൂടിക്കലരൽ, അത് ഇല്ലെങ്കിൽ പുരുഷന്റെ സ്ഥലത്തേക്ക് സ്ത്രീകൾ പണിക്ക് പോകുന്നത്, ജോലിക്ക് പോകുന്നത് ആൺ പെൺ കൂടിക്കലരലിന്, ഇഖ്തിലാത്തിന്, ആണും പെണ്ണും കൂടിക്കലരുന്നതിന് കാരണമായി തീരും എന്നറിയപ്പെട്ട സംഗതിയാണല്ലോ എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി തആല ചോദിക്കുകയാണ്. പിന്നെ പറയുകയാണ്, വദാലിക അംറുൻ ഖതീറുൻ ജിദ്ദൻ, അത് വളരെ അപകടകരമായ കാര്യമാണ്. ആ അപകടകരമായ കാര്യത്തിനെയാണ് മുജാഹിദ് ദഅവത്തിന്റെ നേട്ടമായി, നാഴികക്കല്ലായി എടുത്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് പറയുകയാണ്, വസമറാതുഹു മുർറ വതബിഅതുഹു അൽ ഖതീറ ലഹു തബിഅതുഹു അൽ ഖതീറ വസമറാതുഹു അൽ മുർറ വഅവാഖിബുഹു അൽ വഖീമ, വളരെ പരാജിതമായ പര്യവസാനമുണ്ടാകും, കൈപ്പുള്ള ഫലങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ മോശം പര്യവസാനങ്ങൾ, അപകടകരമായ പര്യവസാനങ്ങൾ സ്ത്രീകൾ ആണുങ്ങളുടെ കൂടെ പണിക്ക് പോയാൽ ഉണ്ടാകുമെന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വഹുവ മുസാദിമുൻ ലിന്നുസൂശി ശർഇയ്യത്തി അല്ലതി തഅമുറുൽ മർഅത ബിൽ ഖറാറി ഫീ ബൈതിഹാ വഖർന ഫീ ബുയൂതികുന്ന എന്നാണ് ആയത്ത് ഖുർആനിൽ. വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയിരിക്കട്ടെ എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച ആയത്തിനെ എടുത്തു കൊടുത്തുകൊണ്ട് ഷെയ്ഖ് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് സ്ത്രീകളോട് വീട്ടിൽ ഇറങ്ങി ഇരിക്കാനാണ്, അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനല്ല. അങ്ങനെ പ്രഖ്യാപിച്ച മതമാണ്. ചിലപ്പോൾ ആളുകൾ നോക്കി, പൊതുസമൂഹം നമ്മളെ നോക്കി ചിരിച്ചേക്കാം, അപരിഷ്കൃതമായ സമൂഹം, അവർ നമ്മളെ നോക്കി കൈകൊട്ടി അപഹസിച്ചേക്കാം, കളിയാക്കി ചിരിച്ചേക്കാം. 6-ാം നൂറ്റാണ്ടിന്റെ ആളുകൾ ഉറക്കെ ഉറക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കട്ടെ, ഈ ഇരിക്കുന്ന കൂട്ടം പ്രഖ്യാപിക്കട്ടെ, അതെ 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 അതെ, ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ നമ്മുടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നെഞ്ചോട് ചേർത്ത് അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് അഭിമാനത്തോടുകൂടി. സഹോദരാ, നീ അറിഞ്ഞിട്ടില്ല, സഹോദരങ്ങളെ, അവർക്കറിയില്ല നമ്മുടെ നെഞ്ചിലുള്ളിൽ പ്രവാചകന്റെ സ്ഥാനം എന്താണ്, അവർക്കറിയില്ല ഈ ആദർശത്തിന്റെ മഹത്വം എന്താണെന്ന്, അവർക്കറിയില്ല മുസ്ലിമിന്റെ അടുക്കൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്താണെന്ന്, അവർക്കറിയില്ല പ്രവാചകന്റെ വാക്കുകളെ ഒരു മുസ്ലിം എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന്. പാവപ്പെട്ട ആളുകൾ, അജ്ഞരായ ആളുകൾ അറിയില്ല. അല്ലയോ പൊതുസമൂഹമേ, കേട്ടോ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് രാജകൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്, ഗവൺമെന്റിന്റെ കൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്, മാതാപിതാക്കളുടെ കൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്. ആ പ്രവാചകന് വേണ്ടി ജീവനർപ്പിച്ച സഹാബാക്കളുടെ അനുചരന്മാരാണ് നമ്മൾ. ഉയരെ ഉയരെ നമ്മൾ പ്രഖ്യാപിക്കട്ടെ, അതെ, നിങ്ങൾ ആ അർത്ഥത്തിൽ നമ്മളെ അപരിഷ്കൃതം വിളിക്കുന്നെങ്കിൽ അഭിമാനത്തോടുകൂടി അത് നമ്മൾ നെഞ്ചേറ്റും, അഭിമാനത്തോടുകൂടി നമ്മളത് ഏറ്റുവാങ്ങും. അതെ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അതാണ് നമുക്ക് ദീൻ, അതാണ് നമ്മുടെ ആദർശം, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, അതാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി. സമൂഹത്തിനെ പേടിച്ച് പ്രവാചകന്റെ കൽപ്പനകളെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ജീവനേക്കാൾ എപ്പോഴാണ് റസൂലിനെ സ്നേഹിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ശരിയായ മുഅ്മിനായിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ചത് നമ്മുടെ പ്രവാചകരാണ്. നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ വാപ്പയേക്കാൾ എപ്പോഴാണോ പ്രവാചകർ നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ സ്നേഹമായി തീരുന്നത് അപ്പോഴാണ് ശരിക്കുമുള്ള മുഅ്മിനായി നമ്മൾ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ,
മനുഷ്യരെ മനസ്സിലാക്കിക്കോ, മുസ്ലിമിന് ഏറ്റവും വലുത് അവൻ്റെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവന് ഏറ്റവും വലുത് അവൻ്റെ ഇസ്ലാമാണ്. ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. സഹോദരങ്ങളെ, ഇപ്പൊ നോക്കൂ എന്താ ഷേഖ് പറയുന്നത്. അതുകൊണ്ട് കളിയാക്കുന്നവർ കളിയാക്കിക്കൊള്ളട്ടെ. എന്താ ഷേഖ് പറയുന്നത്? അള്ളാഹു കൽപ്പിച്ചത് സ്ത്രീകൾ വീട്ടിലിരിക്കാനാണ്. ആ സ്ത്രീകളോട് രാഷ്ട്രീയത്തിലിറങ്ങാൻ കൽപ്പിച്ച, അത് അഭിമാനമായി കണ്ട, അത് നാഴികക്കല്ലായി കണ്ട ഒരു പ്രബോധനം സഹോദര ആത്മാർത്ഥമായി നെഞ്ചിൽ കഴിവെച്ച് ചോദിക്കൂ, അത് സലഫി പ്രബോധനമാണോ? അത് സലഫിയത്താണോ? അല്ല, അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, എത്ര കണ്ട് ഖുറാഫികൾ സുന്നികളല്ലയോ അത്ര കണ്ട് മുജാഹിദുകൾ സലഫികളല്ല. വീണ്ടും മനസ്സിലാക്കിക്കോ, എത്ര കണ്ട് ഖുറാഫികൾ സൂഫികൾ സുന്നികളല്ലയോ അത്ര കണ്ട് മുജാഹിദുകൾ സലഫികളല്ല. എത്ര കണ്ട് ഖുറാഫികൾ സുന്നികളല്ലയോ അത്ര കണ്ട് മുജാഹിദുകൾ സലഫികളല്ല. സഹോദര, പഠിച്ചോ. ചില ആളുകൾ പറയുന്നത് കേട്ടു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വിസ്റ്റം പ്രവർത്തകനാണ്, അജ്ഞനാണ്, പാവമാണ്. അദ്ദേഹം പറയുകയാണ് എനിക്ക് വിസ്റ്റംകാർ പോകുന്ന സ്വർഗത്തിൽ പോയാൽ മതി. നിങ്ങൾ പറയുന്നതാണ് ഹക്കെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് എങ്ങനെ എത്താൻ സാധിച്ചു? ഒരു ഖുറാഫി പറയുന്നത് പോലെ ആയില്ലേ നമുക്ക് AP MK ഒക്കെ പോയ സ്വർഗത്തിൽ പോയാൽ മതി. അങ്ങനെയാണ് ഒരു മുസ്ലിം പറയേണ്ടത്. ഹക്ക് എവിടെയുണ്ടോ അത് സമൂഹത്തിനെതിരെ നടന്നിട്ടായാലും, ആഴക്കടലിലേക്ക് ഊളിയിട്ടിട്ടായാലും, ഏതൊരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടായാലും അത് പിടിച്ചെടുക്കണം, അത് നെഞ്ചോട് ചേർക്കണം എന്നല്ലേ ഒരു മുസ്ലിം കരുതാട്ടത്? അല്ലാതെ എൻ്റെ സംഘടന സ്വർഗത്തിൽ പോയെങ്കിൽ ഞാനും പോയാൽ മതി എന്ന് പറയലാണോ മുസ്ലിമിൻ്റെ ധർമ്മം? അല്ല, അല്ല സഹോദര. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹദക്. ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയാമോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യരോട് പറഞ്ഞു, ഇനി ഒരു കാലം വരാനുണ്ട്. അക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചില ഇമാമിയങ്ങൾ ഉണ്ടാകും. പള്ളിക്ക് ഇമാം നിൽക്കുന്ന ആളുകൾ നമസ്കാരത്തിൻ്റെ സമയം തെറ്റിച്ചവർ നമസ്കരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചര, താങ്കൾ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? താങ്കളല്ലേ പഠിപ്പിച്ചത് ജമാഅത്തിൻ്റെ കൂടെ നിൽക്കണം, മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് താങ്കൾ പഠിപ്പിച്ചു. എന്നിട്ട് താങ്കൾ തന്നെ പറയുന്നുവോ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുവാൻ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ മകനെ, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹദക്. മുസ്ലിമിൻ്റെ ഐക്യം, മുസ്ലിമിൻ്റെ സംഘം എന്ന് പറഞ്ഞത് സത്യവുമായി യോജിച്ചതാണ്. നീ ഒറ്റയ്ക്കാണെങ്കിലും നീയാണ് അവിടെ മുസ്ലിം സംഘം, നീയാണ് അവിടുത്തെ ഐക്യം, നീയാണ് അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ നീയാണ് സത്യത്തിൻ്റെ ആള്. അപ്പോൾ സമൂഹത്തിൻ്റെ കൂടെ പോകേണ്ടവരല്ല സഹോദരങ്ങളെ. നമ്മുടെ ജംഇയത്തിന്, നമ്മുടെ സംഘടന അത് നരകത്തിൽ പോയാൽ ഞാനും നരകത്തിൽ പോട്ടെ എന്ന് പ്രഖ്യാപിക്കേണ്ടവരല്ല. അതല്ല മുസ്ലിമിൻ്റെ ധർമ്മം. മറിച്ച് സത്യം എവിടെയുണ്ടോ അത് പിടിക്കലാണ്. ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം 2002 അതിലൊരു പിളർപ്പുണ്ടായി. മർക്കസ് ദഅവയും അതുപോലെ തന്നെ KNM-ഉം ഔദ്യോഗിക KNM-ഉം എന്ന് 2 വിഭാഗങ്ങളായി അത് പിരിഞ്ഞു. അങ്ങനെ പിരിയുന്നതിന് തൊട്ട് മുമ്പ് ഈ മർക്കസ് ദഅവയുടെ ആളുകളും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ KNM-ന്റെ ഔദ്യോഗിക KNM, അതായത് ഇന്നത്തെ വിസ്ഡവും അതുപോലെ തന്നെ അതിൽ നിന്ന് പോയ സക്കരിയ സുലായി വിഭാഗവും എല്ലാം ചേർന്ന സക്കരിയ സുലായി വിഭാഗവും സുബൈർ മങ്കടയുടെ വിഭാഗവും അതുപോലെ തന്നെ ഇന്നത്തെ വിസ്ഡവും എല്ലാം ചേർന്ന അന്നത്തെ KNM, 2002 KNM. ആ KNM സഹോദര, ഈ മുജാഹിദ് പ്രസ്ഥാനം അതിൽ പറ്റിപ്പിടിച്ചു നിന്നാൽ ഒരിക്കലും നമുക്ക് കേരളത്തെ പണ്ഡിതന്മാരായ ഇവിടെ നാടാക്കാൻ പറ്റൂല. 100 വർഷം കൊണ്ട് സാധിച്ചില്ല. ഉമർ മൗലവിക്ക് സാധിക്കാത്തത് ഇനിയുള്ള ഒരാൾക്കും പറ്റൂല. KM മൗലവിക്ക് സാധിക്കാത്തത് ഇനിയുള്ള ഒരാൾക്കും സാധിക്കൂല. മനസ്സിലാക്കിക്കോ. KM മൗലവിയെ പോലെ, ഉസ്മാൻ സാഹിബിനെ പോലെ, ഉമർ മൗലവിയെ പോലെ ആത്മാർത്ഥതയുള്ള ആളുകൾ കഴിഞ്ഞുപോയ പ്രസ്ഥാനമാണിത്. അവർ തെറ്റിലായിരുന്നു, പക്ഷേ അവർക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വലിയ കാറുകളിലും കൊട്ടാരങ്ങളിലുമല്ല അവർ താമസിച്ചത്. ഉമർ മൗലവിയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം കറി പോലുമില്ലാതെ എണ്ണയിൽ മുക്കിയാണ് അദ്ദേഹം അതായത് അദ്ദേഹം അപ്പം ഭക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തിന് പണ്ഡിതന്മാരെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇന്നത്തെ വിസ്റ്റം നേതാക്കൾക്ക്, ഇന്നത്തെ സക്കരിയ സുലായി വിഭാഗത്തിന്, സുബൈർ മങ്കട വിഭാഗത്തിന്, മുജാഹിദുമായി ബന്ധപ്പെട്ട ഏത് വിഭാഗത്തിനായിക്കൊള്ളട്ടെ, കേരളത്തിലെ പണ്ഡിതന്മാരായ നാടാക്കി മാറ്റാൻ പറ്റില്ല തന്നെ.
മനസ്സിലാക്കിക്കോ. എന്തിന്? KM മൗലവി പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഭാവനയല്ല, ഉമർ മൗലവി പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഭാവനയല്ല. അതൊക്കെ ആരുടെ സംഭാവനയാ? കേരളത്തിലെ സുന്നി മദ്രസകളിൽ പഠിച്ച ആളുകളാ അവർ. ഉമർ മൗലവി കേരളത്തിന്റെ സുന്നി മദ്രസയിൽ പഠിച്ച ആളാ. KM മൗലവി കേരളത്തിന്റെ സുന്നി മദ്രസയിൽ പഠിച്ച ആളാ. അങ്ങനെ നോക്കുമ്പോൾ എണ്ണാൻ പോലും പറ്റാത്ത എണ്ണാൻ പോലും പറ്റുന്ന, വിരലുകൾ കൊണ്ട് എണ്ണാൻ പോലും പറ്റുന്ന പണ്ഡിതന്മാരെ മുജാഹിദ് പ്രസ്ഥാനം ഈ 100 വർഷം കൊണ്ടുണ്ടാക്കിയിട്ടില്ല. ആ പണ്ഡിതന്മാർക്ക്, അതായത് KM മൗലവിക്കും ഉമർ മൗലവിക്കും ഉസ്മാൻ സാഹിബിനും അടക്കമുള്ള ആളുകൾക്ക് കേരളത്തിലെ പണ്ഡിതന്മാരുടെ നാടാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ മുജാഹിദ് നേതാക്കളിൽ നിന്ന്. സഹോദര, ഷെയ്ഖ് മുഖബർ റഹ്മത്തുള്ളാഹിയുടെ ദഅവത്ത്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത്, അത് വേണോ? അത് മുറുകെ പിടിച്ചോ. കേരളം നാളെ പണ്ഡിതന്മാരുടെ നാടായി മാറുമ്പോൾ ചരിത്രത്തിൽ ജ്വലിക്കുന്ന സൂര്യന്മാരായി നിങ്ങൾ ഓരോരുത്തരും രേഖപ്പെടുത്തപ്പെടും. ഈ മുജാഹിദിന്റെ നേതാക്കൾ കാലത്തിന്റെ അകണ്യകോടിയിൽ വിസ്മരിക്കപ്പെടുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ ചരിത്രത്താളുകളിൽ ജ്വലിക്കുന്ന സൂര്യന്മാരായി തിളങ്ങും. സഹായിക്കാൻ ഇന്ന് തയ്യാറുണ്ടോ? അങ്ങനെ തയ്യാറായി മുന്നോട്ട് നമ്മൾ ഓരോരുത്തരും വരേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ 2002 പിളർപ്പ്, ആ പിളർപ്പുണ്ടായപ്പോൾ അവർ തമ്മിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ആരൊക്കെ? ഈ മർക്കസ് ദഅവയും ഇന്ന് ഈ വിഭാഗമടക്കമുള്ള സുബൈർ മങ്കട അടക്കം, സക്കരിയ സലാഹി അടക്കമുള്ള ആളുകൾ. നോക്കൂ, ഞാനിതെന്തിനാ പറയുന്നത്? നമ്മുടെ ദഅവത്ത് വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ ദഅവത്ത് തമയ്യുസോടുകൂടി, വിദഗ്ധതയോടുകൂടി, വിവച്ഛേദത്തോടുകൂടി നിൽക്കേണ്ടതുണ്ട്. ഹക്ക് പറയുന്ന, തെളിഞ്ഞ, കലർപ്പില്ലാത്ത, മാലിന്യമുക്തമായ ഒരു ദഅവത്ത് കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഈ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം പറ്റൂല, ഈ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം പറ്റൂല. അതുകൊണ്ടാണ് ക്ലിയർ ആയിക്കൊണ്ട് ഞാൻ പറയുന്നത്. സക്കരിയ സലാഹി അടക്കം അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ സുബൈർ മങ്കട അടക്കം ഈ പ്രബന്ധം രേഖപ്പെടുത്തുമ്പോൾ ഉണ്ട്. നോക്കൂ, ചർച്ചകളിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ അവസാനം അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ 14ാമത്തെ പേര് M സുബൈർ മങ്കട, അതുപോലെ തന്നെ 16ാമത്തെ പേര് KK സക്കരിയ സുലാഹി, അതുപോലെ തന്നെ ഹനീഫ് കായക്കൊടി, അതുപോലുള്ള KN സുലൈമാൻ മദനി, മുഹമ്മദ് മദനി, അബ്ദുസലാം സുല്ലമി, ഉമർ സുല്ലമി, AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുൽ ഖോയ് മദനി, എല്ലാ മുജാഹിദ് നേതാക്കന്മാരും ഉണ്ട്. ഇതിന് എല്ലാ മുജാഹിദ് നേതാക്കന്മാരും ഉണ്ട്. ആ പ്രബന്ധം അവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചർച്ച ചെയ്യുന്നറിയാമോ? സഹോദരങ്ങളെ, മനസ്സിലാക്കണം. എന്താ? നോക്കിക്കോ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മരണം. ഒരു മുസ്ലിം ആണെങ്കിൽ അവനറിയില്ല ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഖിയാമത്ത് നാളാവുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വരും. ഇത് ഒരു അസിലാണെന്ന് തിരിച്ചറിയാൻ കിതാബ് വായിക്കേണ്ട കാര്യമില്ല. കിതാബ് വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തുള്ള കിതാബ് ഇവിടെ ഉണ്ട്. പക്ഷേ സമയം ഒരുപാടായി പോകണ്ട എന്ന് കണ്ടിട്ടാണ്. ഇജ്മാ ഉള്ള സംഗതിയാണ്. ഈസാ നബി അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ വരിക തന്നെ ചെയ്യും, ദജ്ജാലിനെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് ആർക്കറിയാത്തത്? ഏത് കുട്ടിയെ വിളിച്ചു വെച്ചാലും പറഞ്ഞു തരും. അക്കാര്യത്തിനെ കുറിച്ച് ഇവിടെ എന്താ? മുജാഹിദ് പ്രസ്ഥാനമാണ്, സലഫികളാണെന്ന് വാദിക്കുന്ന ആളുകളാണ്. സലഫിയത്തിന്റെ ആ സംസ്കാരം പേറുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് എന്താ പറയുന്നത്? പൂർവിക സലഫി പണ്ഡിതന്മാർ ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ല എന്നും അന്ത്യനാളിനടയാളമായി ഭൂമിയിൽ വീണ്ടും നിയോഗിക്കപ്പെടുന്നതാണ് എന്നും അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. ഇബ്നു ഹസം റഹിമഹുല്ലാഹു തആല മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്നത്. അന്ത്യദിനത്തിന്റെ അടയാളമായി ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ തിരിച്ചു വരുമെന്ന് അദ്ദേഹവും പ്രസ്താവിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇല്ലയോ? എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിവിധ അഭിപ്രായക്കാരായിരുന്നു. ഒരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും ഭൂമിയിൽ നിയോഗിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടുവെന്നും ഇനി ഭൂമിയിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ലെന്നും വാദിക്കുന്നു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഈസാ നബി അലൈഹി വസല്ലം മരണപ്പെട്ടു, ഇനി തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് ഇജ്മാഇനെ ഭേദിക്കുന്ന, ഇജ്മാഇനെ ലംഘിക്കുന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. പേരുകളും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ അഭിപ്രായത്തിൽപ്പെട്ടവരായിരുന്നു മർഹൂം പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, കൂട്ടായി അബ്ദുള്ള ഹാജി, അലി അക്ബർ മൗലവി തുടങ്ങിയവർ രണ്ടാമത്തെ അഭിപ്രായക്കാരാണ്. മറ്റൊരു വിഭാഗം, ഇനിയൊരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. അവരാരാണ്? ഈസാ നബി അലൈഹി വസ്സലാം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരു അടിസ്ഥാന പ്രശ്നമല്ല, അതൊരു ഉസൂലല്ല എന്ന വാദക്കാരായിരുന്നു. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉസൂലാണത്. ഞാൻ ഷെയ്ഖ് അൽ-അല്ലാമ ഫൗസാൻ ഹഫളഹുല്ലാഹു തആലയുടെ കിതാബാണ്
ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അമ്മാ നുസൂലി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കമാ ദല്ല അലൈഹിൽ ഖുർആനു ഫഖദ് അഖ്ബറ ബിഹി സ്വാദിഖുൽ മസ്ദൂഖ് الذي لا ينطق عن الهوى نبينا محمد صلى الله عليه وآله وسلم وتواتر النقل عنه بذلك وأجمع عليه علماء الأمة سلفا وخلفا. ഈ ഉമ്മത്തിൻ്റെ ഉലമാക്കളുടെ ഏകോപനമുള്ള സംഗതിയാണ് ഈസാ നബി അലൈഹി വസല്ലം തിരിച്ചു വരുമെന്ന് എന്നുള്ളത്. ഇമാം സഫാരി റഹ്മത്തുള്ളാഹി തആല ഇവിടെ കൊടുക്കുന്നുണ്ട്. വഅമ്മൽ ഇജ്മാഉ ഫഖദ് അജ്മഅത്തിൽ ഉമ്മത്തു അലാ നുസൂലിഹി വലം യുഖാലിഫ് ഫീഹി അഹദുൻ മിൻ അഹ്ലി ശരീഅത്തി വഇന്നമാ അൻകറ ദാലികൽ ഫലാസിഫത്തു വൽ മലാഹിദ. നിരീശ്വരവാദികളും ദൈവനിഷേധികളും അതുപോലെ തന്നെ ഫൽസഫത്തിൻ്റെ ആളുകളും മാത്രമാണ് ഈസാ നബി അലൈഹി വസല്ലം തിരിച്ചു വരില്ല എന്ന് വാദിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എങ്ങനെ ഉണ്ടാവാതിരിക്കും? മുഹമ്മദ് അബ്ദ എന്ന് പറയുന്ന പിഴച്ച ആള്, പണ്ഡിതന്മാർ റാഫിദിയാണെന്ന് പോലും പറഞ്ഞ ആളിൻ്റെ റിസാലത്ത് തൗഹീദ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു. ഇത് റിസാലത്ത് തൗഹീദാണ് മുഹമ്മദ് അബ്ദയുടെ. ഇത് എനിക്ക് തന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണ്. അദ്ദേഹം ഈ കിതാബ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എനിക്ക് ഈ കിതാബ് തന്നത്. റിസാലത്ത് തൗഹീദ് എഴുതിയ ഈ മുഹമ്മദ് അബ്ദ ആരാണ് അറിയുമോ സഹോദരങ്ങളെ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, അൽ-ഇമാം മുഖബിൽ ഇബ്നു ഹാദി അൽ-വാദിഇ, അൽ-ഇമാം മുഖബിൽ ഇബ്നു ഹാദി അൽ-വാദിഇ റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബാണ്, ഗ്രന്ഥമാണിത്. ഈ കിതാബിൻ്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ അദ്ദേഹം മുഅ്തസിലിയാക്കളായ ആളുകളുടെ പേരുകൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് ആരുടേതാണെന്ന് അറിയാമോ? ജമാലുദ്ദീൻ അൽ-അഫ്ഗാനി, അർ-റാഫിദി അൽ-ഇറാനി, 2 മുഹമ്മദ് അബ്ദ അൽ-മിസ്രി. മുഅ്തസിലിയാക്കളുടെ നേതാവ്, ഇക്കാലഘട്ടത്തിലെ മുഅ്തസിലിയാക്കളുടെ നേതാവായി ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല എണ്ണിയ മുഹമ്മദ് അബ്ദ അൽ മിസ്രി, അയാളുടെ കിതാബ മുജാഹിദിൻ്റെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ സഹോദരങ്ങൾ? പിന്നെ മൂന്നാമതായി മുഅ്തസിലിയാക്കളുടെ നേതാവായി എണ്ണിയത് മുഹമ്മദ് റഷീദ് റിള. ഈ മുഹമ്മദ് റഷീദ് റിളയുടെ അൽമനാർ എന്നുള്ള പേര് എടുത്തുകൊണ്ടാണ്, കടമെടുത്ത് അൽമനാർ എന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പേരെടുത്തുകൊണ്ടാണ് ഇവിടെ അൽമനാർ ഉണ്ടായത്. അദ്ദേഹത്തിന് അൽമനാർ എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ അതേ എന്താണ് പേരെടുത്തുകൊണ്ടാണ് കേരളത്തിൽ അൽമനാർ ഉണ്ടായത്. ഈ മുഹമ്മദ് റഷീദ് റിള മുഅ്തസിലിയാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സഹോദര, ചിന്തിക്കൂ, മനസ്സിലാക്കൂ. ഇപ്പോൾ നോക്കൂ, ഈസാ നബി അലൈഹി വസല്ലം. അപ്പോൾ ഇതിന് മറുപടി, ഇപ്പോൾ ഇത് മർക്കസ് ദഅവക്കാർ പറഞ്ഞതാണ്. ഇതിന് മറുപടി പ്രബന്ധം ഔദ്യോഗികമായി നമ്മൾ പറഞ്ഞു. അന്നത്തെ ഔദ്യോഗികാരും എന്താ പറഞ്ഞെന്നറിയാമോ? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മരണം, വ്യതിയാനക്കാരുടെ പ്രബന്ധം പേജ് 2. ഈ വിഷയകമായി ആരോപിതർ സമർത്ഥിക്കുന്ന ഇപ്രകാരമാണ്. എന്നിട്ട് ആ ആരോപണം എടുത്തുകൊടുത്തു. ഇതിന് പറഞ്ഞു, ഈസാ നബി മരിച്ചു, ഇനി തിരിച്ചു വരില്ല എന്നത് വളരെയധികം ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. എങ്കിലും ഇതൊരു വ്യതിയാനമായി ആരും ഉന്നയിച്ചിട്ടില്ല. ഇത് വ്യതിയാനമല്ല എന്നാണ് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചോ മരിച്ചില്ലേ എന്നിനിപ്പോൾ മരിച്ചില്ലെന്നൊരാൾ എന്തെടുത്തു നിലപാടെടുത്താലും ശരി, ഇനി തിരിച്ചു വരില്ലെന്ന് നിലപാടെടുത്താലും ശരി, അതെന്തും വ്യതിയാനമല്ല എന്ന് സക്കരിയ സുലൈഹി അടക്കം, സുബൈർ മങ്കട അടക്കം, ഇന്നത്തെ വിസ്റ്റൻ നേതാക്കളുടെ പല ആളുകളും അടക്കമുള്ള കമ്മിറ്റി എഴുതി കൊടുത്തേക്കുക. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചില്ലെങ്കിൽ അത് വ്യതിയാവില്ല. അങ്ങനെയുള്ള ഒരു സംഘടന എങ്ങനെ സലഫി സംഘടനയാവും? നെഞ്ചി കൈവച്ച് ചോദിക്കൂ സഹോദര. ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പ്രസ്ഥാനമായതുകൊണ്ട് ഒരു കൂർ അതിനോടുണ്ടായിപ്പോയാൽ, ഹക്കിനെ നിങ്ങൾ കൈവിട്ടാൽ, നിങ്ങൾ പറയോ ഒരു ഖുറാഫിയായ മനുഷ്യൻ, അവൻ ഇത്രയും കാലം പഠിച്ച ഉസ്താദുമാരെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ, ആ സംഘടന ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരുവനോട് എന്ത് മറുപടി നിങ്ങൾ പറയുമോ? അതേ മറുപടിയാണ് നമുക്കും നിങ്ങളോട് പറയാനുള്ളത്. തിന്മകൾ, തെറ്റുകൾ അറിഞ്ഞാൽ മടങ്ങുക. എന്താ ഷെയ്ഖ് അൽ-അല്ലാമ ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ അജ്വത്തുൽ മുഫീദ എന്നുള്ള കിതാബാണിത്. ഈ കിതാബിൽ ഷെയ്ഖ് പറയുന്നുണ്ട്, ഹൽ മൻ ഇൻതമാ ഇലൽ ജമാഅത്തി ഉത്തബർ മുബ്തദിഅ. സംഘങ്ങളിലേക്ക് സ്വന്തം നഫ്സിനെ ചേർത്ത് പറയുന്ന ആൾ ബിദ്അത്തുകാരനാണോ? ഉദാഹരണത്തിന്, ഞാൻ വിസ്റ്റൻകാരനാണ്, ഞാൻ KNM-കാരനാണ്, ഞാൻ മർക്കസ് ദഅവക്കാരനാണ്, ഞാൻ AP ആണ്, EK ആണ്, ഞാൻ തബ്ലീഗിയാണ്, ഇല്ലെങ്കിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്നൊക്കെ പറയുന്ന ആൾ ബിദ്അത്തുകാരനാണോ? പഠിച്ചോ, ഇനി അറിഞ്ഞില്ല എന്ന് പറയരുത്. ഞാൻ അജ്ഞനായി പോയി എന്നുള്ളതിൻ്റെ അടുക്കൽ പറയാൻ നമുക്ക് ഉതിറില്ല സഹോദര. എന്താ ഷെയ്ഖ് പറഞ്ഞത്? ഹാദാ ഹസ്ബൽ ജമാഅത്ത്, അതാ സംഘങ്ങളെ പോലെ ഇരിക്കും. ഫൽ ജമാഅത്തുല്ലതി ഇൻദഹാ മുഖാലഫാത്തുൽ ലിൽ കിതാബി വസ്സുന്ന യുഅ്തബറുൽ മുൻതബി ഇലൈഹാ അൽ മുൻതമി ഇലൈഹാ മുബ്തദിഅ.
കിതാബിനും സുന്നത്തിനും വിരുദ്ധമായി ഏതെങ്കിലും ആശയമുള്ള ഒരു സംഘത്തിലേക്കാണ് അവൻ സ്വന്തം നഫ്സിനെ ചേർത്ത് പറയുന്നതെങ്കിൽ ആ ചേർത്ത് പറയുന്നവൻ ബിദ്അത്തുകാരനാണ്. ഇക്കാലഘട്ടത്തിന്റെ സലഫിയ്യത്തിന്റെ ഇമാമായ അൽ-അല്ലാമത്തുൽ ഫൗസാൻ ഹഫളഹുല്ലാഹു തആലയുടെ ഫത്വയാണത്. ഷെയ്ഖിന്റെ മാത്രമല്ല, ഞാൻ ഒരു ഫത്വ വായിച്ചതേ ഉള്ളൂ. ഇത് തന്നെയാണ് എല്ലാ പണ്ഡിതന്മാരുടെയും ഫത്വ. അങ്ങനെ മുഖാലഫാത്തുകളുള്ള സംഘടനയിലേക്ക് ചേർത്തിക്കൊണ്ട് ഞാൻ മുജാഹിദാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ ബിദ്അത്തുകാരനാണ്. താടി ഉണ്ടെങ്കിലും ശരി, തൗഹീദ് ഉണ്ടെങ്കിലും ശരി, അവൻ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചവനാണെങ്കിലും ശരി, ബിദ്അത്തുകാരനാണ് അള്ളാന്റെ മുന്നിൽ. അങ്ങനെ പറയാൻ പാടില്ല. മുഖാലഫാത്തുകളുള്ള കിതാബിനും സുന്നത്തിനും എതിരായിട്ടുള്ള സംഗതികളുള്ള സംഘടനയോ സംഘമോ ആണെങ്കിൽ അവരിലേക്ക് സ്വന്തം നഫ്സിനെ ചേർത്താൻ പാടില്ല, സ്വന്തത്തിലെ ചേർത്ത് പറയാൻ പാടില്ല. പറയൽ ബിദ്അത്താണ്. പറഞ്ഞു പോയാൽ ബിദ്അത്തുകാരനായി പോവും. എന്താ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഈസാ നബി അലൈഹി വസല്ലം മരിച്ചു, തിരിച്ചു വരൂല എന്ന് പറഞ്ഞാൽ അത് ആദർശ വ്യതിയാനമല്ല. പിന്നെയോ ഇന്ന് നമുക്ക് കാണാം, വിശ്വത്തിന്റെ നേതാവായ ഫൈസൽ മൗലവിയും മാലിക് സലഫിയും ഒക്കെ മർക്കസ് ദഅവയുടെ ആളുകളുമായി വളരെ വലിയ ഷണ്ടയിലാണ്, സംവാദത്തിലാണ്. എന്താ പ്രശ്നം? സിഹിർ ഫലിക്കുമോ ഇല്ലയോ? സിഹിർ ഫലിക്കുമോ ഇല്ലയോ? അതെന്താ ഇപ്പൊ സംവാദം? ഇപ്പോ കാരണം സിഹിർ ഫലിക്കൂലെന്ന് പറഞ്ഞവരെല്ലാം സംഘടനയിൽ നിന്ന് പുറത്താക്കി. സംഘടന പുറത്താക്കിയല്ല, അവർ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അതാണ് ആദർശം മനസ്സിലാക്കിയിട്ട് സംഘടനയിൽ നിന്ന് വെളിയിൽ വന്ന ആളുകളല്ല അവർ. മനസ്സിലായോ? വിസ്റ്റംകാരാവട്ടെ, പിന്നീട് പുറത്തു വന്ന പല ആളുകളും ആദർശം മനസ്സിലാക്കിയിട്ട് പുറത്തു വന്ന എല്ലാ ആളുകളെയും അല്ല പറയുന്നത്. പല ആളുകളും ആദർശം മനസ്സിലാക്കി KNM നമുക്ക് വേണ്ട എന്ന് ഇറങ്ങി വന്ന എല്ലാ ആളുകളല്ല വിസ്റ്റംകാർ, മറിച്ച് KNMമാർ ചവിട്ടി പുറത്താക്കിയതാണ്. KNMകാർ ചവിട്ടി പുറത്താക്കിയത് കൊണ്ടാണ് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇന്നും KNMന്റെ അകത്ത് ഈ വിസ്റ്റം ഉണ്ടാകുമായിരുന്നു. ഇല്ലയോ? ചിന്തിക്കൂ സഹോദര, ആദർശത്തിന് വേണ്ടി പുറത്തു വന്ന ആളുകളാണോ അവർ? അല്ല, അല്ല. ആത്മാർത്ഥമായി ചരിത്രം പഠിക്കുന്ന, പ്രബോധന രംഗത്തെ കാര്യങ്ങൾ, മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുവന് കൃത്യമായി പറയാൻ കഴിയും. ഒരിക്കലും വിസ്റ്റംകാർ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സംഘടന എനിക്ക് വേണ്ട, മൊബൈൽ കവർ വലിച്ചെറിയും പോലെ ഞാനിതാ ഈ സംഘടനയെ വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി വന്നവരല്ല. മറിച്ച് ചവിട്ടി പുറത്താക്കിയപ്പോൾ പറഞ്ഞു മൊബൈൽ കവർ വലിച്ചെറിയും പോലെ ഞാൻ വലിച്ചെറിയുന്നൊക്കെ. അവർ നിങ്ങളെ വലിച്ചെറിഞ്ഞു, അതാണ് സത്യം. അല്ല, നിങ്ങൾ അവരെ വലിച്ചെറിഞ്ഞതല്ല. നിങ്ങളെ ചവിട്ടി പുറത്താക്കിയപ്പോൾ പിന്നെ പറഞ്ഞു എന്ത്? നമ്മളിതാ മൊബൈൽ കവർ വലിച്ചെറിയും പോലെ സംഘടനയെ വലിച്ചെറിയുന്നു. സഹോദരൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ ഇത് പ്രശ്നമായി? കാരണം ഇപ്പോൾ ഇവരെ പുറത്താക്കി, വിസ്റ്റംകാരെ പുറത്താക്കി. ഈ വിസ്റ്റം നേതാക്കളടക്കമുള്ള ഔദ്യോഗിക KNM ഈ പ്രബന്ധത്തിൽ എഴുതി വെച്ചത് എന്താണെന്ന് അറിയുമോ? ഔദ്യോഗിക KNM എഴുതി വെച്ചത് നോക്കൂ. ഈ കിതാബിന്റെ ഈ പ്രബന്ധത്തിന്റെ ഒന്നാമത്തെ ഔദ്യോഗിക KNMന്റെ പ്രബന്ധത്തിന്റെ 3-ാമത്തെ പേജ്, അതിൽ പറയുകയാണ്, വളരെ വളരെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം മാത്രമാണ് സിഹിർ ഫലിക്കില്ല എന്നത്. സിഹിർ ഫലിക്കുന്നില്ല എന്നത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മുജാഹിദ് പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ഈ അഭിപ്രായക്കാരാണെന്ന് പറയുന്നത് വസ്തുതാപരമല്ല, തികച്ചും അതിശയോക്തിപരമാണ്. ഈ അഭിപ്രായക്കാർക്കെതിരിൽ ആരും ഇന്നോളം വ്യതിയാനം ആരോപിച്ചിട്ടില്ല. അപ്പൊ 2002 വ്യതിയാനമല്ലാത്ത കാര്യം വിസ്റ്റംകാർക്ക് എങ്ങനെ ഇപ്പോൾ വ്യതിയാനമായി? 2002 മർക്കസ് ദഅവക്കാരെ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ വ്യതിയാനമല്ലാത്ത കാര്യം KNMകാർ നിങ്ങളെ അവരെ സംഘടനയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ വ്യതിയാനമായി. ഇതാണ് കക്ഷിത്വം. ഇതിന്റെ പേരാണ് കക്ഷിത്വം. ആദർശത്തിന് വേണ്ടിയായിരുന്നോ നിങ്ങൾ വെളിയിൽ വന്നത്? ഇന്നും ഈ കൂട്ടരുടെ കൂടെ നിങ്ങൾ കഴിയില്ലായിരുന്നോ? എന്താ പറയുന്നത്? ഇത് മസ്അലയിലുള്ള ഒരു പിഴവ് മാത്രമാണ്. ഒരേ മൻഹജും മാനദണ്ഡങ്ങളും അംഗീകരിക്കുന്നവർക്കിടയിൽ തന്നെ ചിലപ്പോൾ ഇതുപോലുള്ള ഭിന്നതയുണ്ടാകും. ഇതാരൊക്കെ അംഗീകരിച്ചത്? സക്കരിയ സലയും സുബർമങ്കടയും അടക്കമുള്ള അന്ന് KNMൽ നിന്ന് വിസ്റ്റത്തിൽ നിന്നും KNMൽ നിന്ന് പുറത്തു വന്ന ആളുകൾ അംഗീകരിച്ച പ്രബന്ധമാണ്. സിഹിർ ഫലിക്കില്ല എന്നുള്ളത് മൻഹജിയായ പ്രശ്നമല്ല. ഈ പ്രബന്ധത്തിൽ എഴുതിയിരിക്കുന്ന നോക്കൂ, എന്താണ്? ഇത് മസ്അലയിലുള്ള ഒരു പിഴവ് മാത്രമാണ്. ഒരേ മൻഹജും മാനദണ്ഡങ്ങളും അംഗീകരിക്കുന്നവർക്കിടയിൽ തന്നെ ചിലപ്പോൾ ഇതുപോലുള്ള ഭിന്നതയുണ്ടാകാം. തെളിവുകളുടെ സ്വീകാര്യത നിശ്ചയിക്കുന്നതിലോ ബലാബലം നിർണ്ണയിക്കുന്നതിലോ വ്യാഖ്യാനിക്കുന്നതിലോ ഉണ്ടായേക്കാവുന്ന അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് കാരണം. മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപിക്കാത്ത മസ്അലയിൽ ഒതുങ്ങുന്ന പിഴവ് മാത്രമാണ് സിഹിർ ഫലിക്കില്ലെന്ന് പറയുന്നവർക്ക് സംഭവിച്ചിട്ടുള്ളത്. സിഹിർ ഫലിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് മൻഹജിലെ വ്യതിയാനമല്ല, ആദർശത്തിന്റെ വ്യതിയാനമല്ല, അവർ സുന്നത്ത് ജമാഅത്തിന് പുറത്തല്ല എന്നെഴുതി വെച്ച ആളുകളാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തുകൊണ്ട് തൗഫീഖ് കിട്ടിയില്ല, എന്തുകൊണ്ട് ആലിമീങ്ങൾ ഉണ്ടായില്ല?
സിഹർ അത് ഫലിക്കും, അതിന് തഅസീറുണ്ട്, സ്വാധീനമുണ്ട്, അതിന് ഹഖീഖത്തുണ്ട് എന്ന് പറയുന്ന കിതാബുകൾ ഇവിടെയുണ്ട്. ഞാൻ അത് കൊണ്ടുവരുന്നില്ല, അത് മുഅ്തസിലിയാക്കളുടെ അഭിപ്രായമാണ് എന്ന് ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫൈസൽ മൗലവി, മാലിക് സലഫി ഒക്കെ തന്നെ അത് വായിക്കുന്നുണ്ട്. എന്ത് സിഹർ ഫലിക്കില്ല എന്നുള്ളത് മുഅ്തസിലിയാക്കളുടെ അഭിപ്രായമാണെന്ന്. ആ മുഅ്തസിലിയാക്കളുടെ അഭിപ്രായത്തിന് 2002 അവരെന്താ പറഞ്ഞത്? അത് മൻഹജിയായ വ്യതിയാനമല്ല, അപ്പോൾ കക്ഷിത്വമാണ്. ഇന്നും ഞാൻ പറയട്ടെ, ബിസ്തങ്കാരെ KNM ചവിട്ടിപ്പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും സിഹറിന്റെ കാര്യം അവർ മിണ്ടില്ല. കാരണം KNMന്റെ ഉള്ളിൽ സിഹർ ഫലിക്കില്ല എന്ന് അഭിപ്രായമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് വരെ ആ അഭിപ്രായക്കാരൻ ആണ്. മിണ്ടാൻ പറ്റൂല. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തുമുൽ ഹംവ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരനാണെങ്കിലോ ഇല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യയാണെങ്കിലോ ആ സ്ത്രീയുടെ അടുക്കലേക്ക് എനിക്ക് പ്രവേശിക്കാമോ? സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് എനിക്ക് പ്രവേശിക്കാമോ? അഫറഅയ്തുമുൽ ഹംവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹമുൽ മൗത്ത്, അൽഹമുൽ മൗത്ത്. സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. സഹോദരന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം ഉയർന്നപ്പോൾ, അതായത് ഈ പ്രോഫ്കോൺ അതുപോലുള്ള മുജാഹിദ് സംഘടനകൾ വെക്കുന്ന പല പരിപാടികളിലും സ്ത്രീ പുരുഷ കൂടിക്കലറിലുണ്ടാവും. ചിലപ്പോൾ നേതാക്കന്മാരായ പുരുഷന്മാരെ സ്ത്രീകൾ ഒരുമിച്ച് സ്റ്റേജ് പങ്കിടും, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരേ ഹാളിലിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. മുഖം മറയ്ക്കാത്ത, ശരീരം പകുതിയും തുറന്നിട്ട ചിലപ്പോൾ പക്ഷേ വിദ്യാർത്ഥിനികളായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും മറ്റു അവസരങ്ങളും മറ്റും പലതും ഉണ്ടാകും. അപ്പോൾ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ചില ആളുകൾ തന്നെ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെയാണ്. അതെന്താണ്? ഒരു സഹോദരന്റെ ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഇദ്ദേഹം, സഹോദരന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഇദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ ഭാര്യയുമായി ഒറ്റയ്ക്കാവുമ്പോൾ ചിലപ്പോൾ ആ പെണ്ണായിരിക്കും ചായ കൊടുക്കുന്ന, ചായ മേടിച്ച് കുടിക്കണം, കണ്ണ് താഴ്ത്തിയാൽ മതി, അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, കണ്ണ് താഴ്ത്തണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ സഹോദര, സലഫിയാണെന്ന് പറയുന്ന ആളുകൾ നിഷ്ക്രിയരായി, നിസ്സംഗതയോടുകൂടി, നിർവികാരത്തോടുകൂടി ഇത് കേട്ടു നിന്നില്ലേ? ആരെങ്കിലും എതിർത്തോ അതിനെ? ഇതാ നോക്കൂ, ഹിജ്റ 500 എഴുതിയ കിതാബാണ്. ഹിജ്റ 500 എഴുതിയ കിതാബാണ് അൽ ഹാഫിൽ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അബ്ദില്ല ഇബ്നു ഹബീബ് അൽ ആമിരി റഹിമഹുല്ലാഹു തആല അൽ മുതവഫ സനത 530. ഹിജ്റ 530 മരണപ്പെട്ട പണ്ഡിതർ. ആ പണ്ഡിതർ ഈ കിതാബിൽ ഒരു മസ്അല പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇതൊന്നും പഠിക്കാതെ ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. സഹോദര ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ദാ നോക്കൂ, ഈ കിതാബിന്റെ 77-ാമത്തെ പേജിൽ പറയുകയാണ്, വറുബ്ബമാ തസാമഹ ബഅദുൽ ജുഹാൽ, ജാഹിലീങ്ങളായ ആളുകൾ, അജ്ഞരായ വിഡ്ഢികളായ അറിവില്ലാത്ത മിരൽ അവാമി, അവാമുകളിൽപ്പെട്ട ജാഹിലീങ്ങളായ ആളുകൾ, അവർ ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്തു, അവർ വിട്ടുവീഴ്ച ചെയ്തു, അലംഭാവം കാണിച്ചു. ഏത് വിഷയത്തിൽ? ഫീ നദറിൽ അഖി ഇലാ സൗജത്തി അഖീഹി والمرأة تنظر إلى زوج أختها لا سيما إن اجتمعوا في منزل واحد وربما خلا كل واحد من الأخوين بزوجة الآخر في غيبته وكل ذلك محرم ممنوع شرعا. ജാഹിലീങ്ങളായ ചില ആളുകൾ സഹോദരന്റെ ഭാര്യയിലേക്ക് നോക്കുന്നതിൽ അലംഭാവം കാണിച്ചു. അതുപോലെ തന്നെ ഒരു പെണ്ണ് സഹോദരിയുടെ ഭർത്താവിലേക്ക് നോക്കുന്ന അലംഭാവം കാണിച്ചു. എന്നിട്ട് ചിലപ്പോൾ അവർ ഒറ്റയ്ക്കാവുകയും ചെയ്തു. അതായത് ഈ നോക്കുന്നതിനേക്കാൾ വലിയ പടിയാണ് ഒറ്റയ്ക്കാവുന്നതെന്നാണ് ശേഷം കൊണ്ടുപോകുന്നതിൻ്റെ അറബി ഭാഷ ശൈലിയിൽ മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്കാകുകയും ചെയ്തു. ഇതൊക്കെ എന്താണ്? ശർഈയായി ഹറാമായ കാര്യങ്ങളാണ്.
എന്നിട്ട് ഷെയ്ഖ് ഇതിൻ്റെ അവസാനം ഇമാം ഇതിൻ്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇതിന് തെളിവ് പിടിച്ചത് എന്താണ്? വഖദ് റവാ ഉഖബത്ത് ബിൻ ആമിർ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വദ്ഖൂല അൻ-നിസാ, സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, അറഅയ്തൽ ഹംവ, റസൂലേ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനാണ് ആ സ്ത്രീയുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതെങ്കിലോ? ഖാലൽ ഹമുൽ മൗത്ത്, ആ ഭർത്താവിൻ്റെ സഹോദരൻ മരണത്തിന് തുല്യമാണ്. വറുവിയ ഫീ അന്നഹു ഖാൽ അൽ ഹമുൽ ഖബ്റു ഖാല അൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞു അറാദ ബിൽ ഹമി ഹാ ഹുനാ അഖു സൗജ്, ഭർത്താവിൻ്റെ സഹോദരനാണ് ഹമു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിൻ്റെ സഹോദരനെ കാണാൻ പാടില്ല, ഭർത്താവിൻ്റെ സഹോദരനുമായി ഒറ്റയ്ക്കാവാൻ പാടില്ല. അതാണ് ഇസ്ലാമിക നിയമം. ഇത് ഈ കിതാബിൽ ഹിജ്റ 500 രേഖപ്പെടുത്തിയതാണ്. എന്നിട്ടോ അദ്ദേഹം ഇതിൻ്റെ അവസാനം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഖാല സുംബ ഖദ് ഇത്തഫഖത് ഉലമാഉൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സർവ്വ ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു, അന്ന മൻ യഅതഖദ ഹില്ല ഹാദിഹിൽ മഹ്ദൂറാത്ത്, ഇപ്പറഞ്ഞ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് ഏതെങ്കിലും ഒരുത്തൻ വിശ്വസിച്ചാൽ, സ്റ്റേജിൽ നിന്ന് പബ്ലിക്കായിട്ട് ഫൈസൽ മൗലവി പറഞ്ഞ കാര്യമാ, ഉലമാക്കൾ ഇജ്മാഇലായിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ആരെങ്കിലും ഹലാലാണെന്ന് വിശ്വസിച്ചാൽ, അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നത് ഹലാലാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അനുവദനീയമാണെന്നാരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് കഫറ, ചെറിയ കാര്യമാണോ? ഫഖദ് കഫറ എന്നാ പറഞ്ഞിരിക്കുന്നത്, അവൻ കാഫറായി പോയിരിക്കുന്നു. പിന്നെയോ വസ്തഹഖൽ ഖത്ൽ ബിരിദ്ദതിഹി, അവനെ മുർത്തദായോട് കൊലപ്പെടുത്തണം. ഈ സംഗതിയാ ഫൈസൽ മൗലവി സ്റ്റേജിൽ നിന്ന് പറഞ്ഞത്. നോക്കി നിന്നില്ലേ നിഷ്ക്രിയരായി, നിർനിമേഷരായി, കണ്ണെടുക്കാതെ ഫൈസൽ മൗലവി പറയുന്നത് സാഹൂദം ശ്രവിച്ചുകൊണ്ട് മുജാഹിദുകൾ എന്ന് പറയുന്ന സലഫികൾ എന്ന് പറയുന്ന ആളുകൾ നിർവികാരത്തോടെ നിസ്സംഗതയോടുകൂടി നിസ്സഹായരായി ഒന്നും ചെയ്യാൻ കഴിയാതെ അജ്ഞരായതുകൊണ്ടാണ് നിന്നില്ലേ. സഹോദരങ്ങൾ, ഇതാണോ സലഫിയത്ത്? ഇതൊക്കെയാണോ സലഫിയത്ത്? മോചനം വേണമെങ്കിൽ യഥാർത്ഥ സലഫിയത്തിലേക്ക് വരേണ്ടതുണ്ട്. കള്ളനാണയങ്ങളെ വലിച്ചെറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ കുറവാണെങ്കിലും, എണ്ണത്തിൽ കുറവാണെങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇമാം അഹമ്മദ് ഉറച്ചു നിന്നതുപോലെ നമ്മൾ വീണു പോകാൻ പാടില്ല. എതിർപക്ഷത്ത് വലിയ സംഘടനയുള്ള ആളുകളായിരിക്കാം, പൈസയുള്ള ആളുകളായിരിക്കാം, അതുപോലെ തന്നെ അധികാരമുള്ള ആളുകളായിരിക്കാം. നമ്മളെ കളിയാക്കിയേക്കാം, ധമ്മാജികളെന്ന് വിളിച്ചേക്കാം, വഹാബികളെന്ന് വിളിച്ചേക്കാം, തീവ്രവാദികളെന്ന് മുദ്ര കുത്തിയേക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റൈലായി വന്നിരിക്കുകയാണ്. ആരാണോ ഒരു സംഘടന എതിർക്കുക അവർ തീവ്രവാദികൾ. ഇപ്പോൾ എപിക്കാരെ, ഈക്കക്കാരെ മുജാഹിദുകൾ എതിർത്താൽ മുജാഹിദുകൾ അവർക്ക് തീവ്രവാദികൾ. നമ്മൾ സംഘടനക്കാരെ എതിർത്താൽ നമ്മൾ അവർക്ക് തീവ്രവാദികൾ. എത്ര ഉളുപ്പുണ്ട് സഹോദര! അങ്ങനെ വിളിക്കാൻ കൊള്ളാമോ ഒരു മുസ്ലിമിനെ നോക്കി? ഇന്നത്തെ ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇല്ലെങ്കിലേ വിളിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്ത്യ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു മുസ്ലിമിനെ നോക്കി മറ്റൊരു മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുന്നത് എത്രത്തോളം മതപ്പതിച്ച അധമമായ, മ്ലേച്ഛമായ, മോശമായ പരിപാടിയാണ്. ജനങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാട്ടുകാരെ, ഇല്ലെങ്കിൽ മുജാഹിദുകാരെ, സാധാരണക്കാരെ ആലോചിച്ച് നോക്കൂ. തീവ്രവാദം പ്രസംഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേജ് കെട്ടാൻ ഗവൺമെന്റ് അനുവാദം തരുമോ? പോലീസുകാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ പോയി പ്രസംഗിച്ചു കൊള്ളാൻ? തീവ്രവാദം നിങ്ങൾ എന്താണ് ദുർലഭം, ഇല്ലെങ്കിൽ സുലഭമായി നിങ്ങൾ വിതരണം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടാൻ അനുവാദം തരുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ വെറും എന്താ പറയുക, മോശമായ ലോക്കൽ പരിപാടിയാണ്. തീവ്രവാദം ആരോപിക്കുക, ആരെതിർത്താൽ തീവ്രവാദം, ഒരു തീവ്രവാദികളെന്ന് പറയുക. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരൊക്കെ നമ്മൾ തീവ്രവാദികളെന്ന് വിളിച്ചാലും, ആരൊക്കെ നമ്മൾ ഉറച്ചു നിൽക്കണം. എമ്മുക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടി. ഇമാം മുഹമ്മദ് ഒരൊറ്റ മസ്അലയാണല്ലോ, ഖൽഖുൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള വാദം. ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള വാദം പറഞ്ഞതിനും വേണ്ടി, ഹക്ക് ഉയർത്തിപ്പിടിച്ചതിനും വേണ്ടി, ഖുർആൻ സൃഷ്ടിയല്ല അള്ളാഹുവിന്റെ കലാമാണെന്ന് പ്രഖ്യാപിച്ചതിനും വേണ്ടി ഭരണകൂടം അടിച്ച് അദ്ദേഹത്തിനെ ബോധം കെടുത്തിയില്ലേ? അദ്ദേഹം പ്രജ്ഞയേറ്റി തറയിൽ വീണില്ലേ?
രക്തം ചുടുചോര അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് ഒലിച്ചിറങ്ങിയില്ലേ സഹോദരങ്ങളെ? അദ്ദേഹം ഉറച്ചു നിന്ന് ആർക്ക് വേണ്ടി? അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും. അദ്ദേഹത്തിന് അനുവദനീയമായിരുന്നു എന്ത് പറയൽ? ആ ദറൂറത്തിന്റെ അവസ്ഥയിൽ ഒരുപക്ഷെ മറ്റാളുകൾ അവിടെ ആശയക്കുഴപ്പമുണ്ടാവില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയൽ അനുവദനീയമായിരുന്നു ആ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ പറഞ്ഞില്ല. ഇനിയൊരു സമൂഹം വരാനുണ്ട്, ഇനിയൊരു തലമുറ വരാനുണ്ട്. ആ തലമുറ യഥാർത്ഥ സലഫിയത്ത് മനസ്സിലാക്കണം, യഥാർത്ഥ വിശ്വാസം പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഉറച്ചു. അതുപോലെ സഹോദരങ്ങൾ, നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ അപഹസിച്ചാലും, ആരൊക്കെ പരിഹസിച്ചാലും ഇൻഷാ അള്ളാഹ് ഈ സലഫിയത്തിനെ നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ ചരിത്രം ഇൻഷാ അള്ളാഹ് നമ്മളെ രേഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ കിതാബിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെടും. മലായിക്കത്തുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കും. ഭൂമിയിൽ നമ്മളെ കളിയാക്കിയാലും ശരി. സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല യഥാർത്ഥ സലഫിയത്ത് മനസ്സിലാക്കി ശരിയായ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഫലസ്തീനിലും മറ്റു ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മുസ്ലിം ഭീകരർ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂ ഫർഹാൻ ഷാഹിദ് ഹഫ്ളഹുല്ലാഹു തആല വിനീതമായിക്കൊണ്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.